ലൈറ്റ് ഉണ്ടാവും. അവിടെ വെക്കണമെങ്കിൽ ക്യാമറ വെക്കണമെങ്കിൽ ആ ലൈറ്റ് ക്യാമറ അല്ല നമ്മൾ അവിടെ വെക്കണം. അപ്പോൾ ആ ചികിണിക്ക് ഇല്ലേ ഇപ്പോൾ ക്യാമറ കറക്റ്റായില്ലേ? കറക്റ്റായി. അതായത് ഈ മെമ്മറി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത്രയും സ്ട്രഗിൾ കൂടി. എക്സ്പീരിയൻസാണ് കൂട്ടുണ്ടാവുക. എക്സ്പീരിയൻസ് കൊണ്ട് മെമ്മറി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ അനുഭവത്തിൽ വരാത്ത ഒരു അനുഭവമാണത്. കുറേ ചിന്തിക്കുന്നുണ്ട്, കുറേ ചിന്തിക്കുന്നു. അനുഭവം സ്റ്റേബിളാകുന്നില്ല. സ്റ്റേബിളല്ലാത്ത അനുഭവം കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ആദ്യം രോഗമാണ് മാറ്റേണ്ടത്. ശരീരത്തിലുള്ള അസ്വസ്ഥത, ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി നമുക്ക് തന്നെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളെ എന്താ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ പരിചയമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച സാധനങ്ങൾ, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, ഇതെല്ലാം ബോഡിയിൽ മെമ്മറി ആയിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം അനുഭവമായിട്ട് കിടക്കുകയാണ്. ആ അനുഭവമായിട്ട് കിടക്കുന്ന ഭാഗം നമ്മൾ കാണുന്നില്ല. പിന്നെയും ചിന്ത വരികയാണ്. ചിന്ത വരുമ്പോൾ എല്ലാവരുടെയും വിചാരം ചിന്തിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നാണ്. പക്ഷേ അനുഭവം ഉണ്ടാക്കാം. ശ്വാസം എടുക്കുന്നത് ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുക? ആരെങ്കിലും ശ്വാസം എടുക്കുന്നത് ചിന്തിച്ച് പാടുപെടുന്ന ഒരു ഭാഗമില്ലല്ലോ. എന്നാൽ നിരന്തരം എടുക്കുന്നില്ലേ? കാരണം എന്താണ്? ശ്വാസത്തിന് ഇമേജ് ഇല്ല. ശ്വാസം നമുക്കൊരു ഇമേജ് വരുന്നില്ല. ഡയറക്റ്റ് അനുഭവമേ തരത്തുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് അനുഭവം തരുന്ന അവസ്ഥയുമായിട്ട് കണക്റ്റാക്കാൻ എളുപ്പമാണ് ശ്വാസം. ശ്വാസം നമ്മുടെ ഉള്ളിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗം ശരിക്കും എടുത്തു കഴിഞ്ഞാൽ തോട്ട് മാറുന്നത് കാണാം. ഈ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തുള്ളതാണ്. അപ്പം ചിന്തയുടെ ഭാഗത്തു നിന്നുള്ള അനുഭവം ശരീരത്തിൻ്റെ വളരെ ബാഹ്യമായിട്ടുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഒരു തൊലിപ്പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതിൽ ലോക്കായിട്ട് കിടക്കുകയാണെന്നൊരു തോന്നൽ അവരുടെ ഹോൾ സിസ്റ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, ഇതിൽ നിന്ന് ഇപ്പം രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല. ഇത് ആലോചിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ശ്വാസം പോലും ശ്രദ്ധിക്കാൻ നോക്കുന്നത്. എൻ്റെ ഭർത്താവ് ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, എൻ്റെ ഇഷ്ടത്തിന് അവരെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അനുഭവമാണ്. ഇഷ്ടങ്ങളെന്ന് പറയുന്നതല്ല ജീവിതം. ജീവിത അനുഭവത്തിലാണ് നിൽക്കേണ്ടത്. ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനാണ് എല്ലാവരും പൈസ ഉണ്ടാക്കുകയും പാടുപെടുകയും ചെയ്യുന്നത്. ഇഷ്ടം നടപ്പിലാക്കാൻ നോക്കുമ്പോഴവിടെ പലരുമായിട്ട് അകൽച്ചയും. എൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഇഷ്ടം നടപ്പിലാക്കിയതുകൊണ്ട് ആരും ജീവിക്കുന്നില്ല. ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണം. മറ്റൊരാളോട് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഒരു ഇഷ്ടമാണ്. ഒരാളടുത്തേക്ക് വരുന്നത് ഇപ്പൊ പറയണത് എന്താ വെച്ചാല്, ഭർത്താവ് എന്നെ സെക്ഷലി ഉപയോഗിക്കുന്നത്, എനിക്ക് അതല്ല താല്പര്യം. എനിക്ക് താല്പര്യം എന്നെ കൂടുതൽ അറിയാനും സ്പിരിച്വാലിറ്റിനെ പറ്റി അറിയാനുമാണ്. മനസ്സിലാ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല എന്നാ പറയണത്. അവിടെയും എന്താ പറയാ, ഒരു അസോസിയേഷൻ പ്രോപ്പറായിട്ട് വരുന്നില്ലല്ലോ. ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു റിജക്ഷൻ ആണല്ലോ വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള ഭാഗം പരിശോധിക്കണമല്ലോ. അത് ഇഷ്ടമല്ല എന്നുള്ള ഭാഗവും ഇഷ്ടം എന്നുള്ള ഭാഗവും രണ്ടും വേണ്ട. ഇഷ്ടമായത് വേറെ ചില കാര്യങ്ങൾ ഇഷ്ടമായത് കൊണ്ടാണ് ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത്. ഇഷ്ടക്കുറവും ഇഷ്ടത്തിൻ്റെതും അല്ല, അനുഭവത്തിൻ്റെ ഭാഗമാണ്. അവനവനെ അനുഭവിക്കുന്നിടത്ത് എങ്ങനെയാണ് ഇഷ്ടമെന്നുള്ള ഭാഗം വരണം? ഇഷ്ടമെന്ന് പറയുമ്പോൾ മറ്റൊന്ന് വേണം. ഇത് ഞാൻ ഉണ്ട്, ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാവം, ആഹാ, അത് കൊള്ളാം. അതെ, പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത്, ഞാനുണ്ട് എന്നൊരു വ്യക്തി പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനുള്ളതാണ് എന്നുള്ള അവസ്ഥ അനുഭവിക്കണമെങ്കിൽ ആ ഫുൾനെസ് കിട്ടണം. ഫുൾ ബോഡി ആക്ടിവേറ്റ് ചെയ്യണം അവിടെ. ഇത് ഒന്നിന്റെ കൺട്രോളിലാണെന്ന് ഓൾറെഡി ഈ എഗ്രിമെന്റും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് തോന്നുകയാണ്. ഇത് ഞാൻ ഭാര്യയാണ്, ഇവിടെ നിയമം ഇങ്ങനെയാണ്, ഞാൻ എന്തൊക്കെ കളിച്ചാലും ചെമ്മീൻ ചാടിയ ചട്ടിയോളം എന്നുള്ള ഭാഗത്താണ് എന്നുള്ള ഭാഗത്തിരുന്ന് എങ്ങനെ വർക്ക് ചെയ്താലും ഇത് ബ്രേക്ക് ചെയ്യാൻ പോണില്ല. കാരണം ഓൾറെഡി ഇവർ ലിമിറ്റ് ചെയ്തിന് ഇവരെ. കാരണം അറിയത്തില്ല ഇങ്ങനൊരു സംഭവം പോസിബിൾ ആണെന്ന്. എക്സാക്ട്ലി.
ബേസിക്കലി അറിയത്തില്ല ഇങ്ങനൊരു സംഭവം. എനിക്ക് ജീവിക്കുന്ന ഭാഗം ഈ കാണുന്ന സമൂഹം പഠിപ്പിച്ചൊന്നും അല്ല, അല്ല ഈ മതം പഠിപ്പിച്ചൊന്നും അല്ലെന്നുള്ള ഭാഗം അറിയുന്നില്ല. ഇപ്പം നമ്മൾ പുറത്ത് അല്ലെങ്കിൽ എനിക്ക് അതൊരു വിഷയമല്ല എന്നുള്ള ഭാഗം അറിയണില്ല. അതെ, അതായത് ഇപ്പോൾ നമ്മൾ പറയണമെങ്കിൽ മതത്തിന് 5000 വർഷം പഴക്കമുണ്ട്, അല്ലെങ്കിൽ 2000 വർഷം പഴക്കമുണ്ട്. പക്ഷെ ശ്വാസത്തിന് നമ്മൾ കണക്കെടുക്കേണ്ട കാര്യമില്ല. അത്രയും കാലങ്ങളായിട്ട് നമ്മൾ ശ്വസിക്കുന്നു. ആ ശ്വാസം നമുക്ക് ഉറപ്പാണ്. പക്ഷേ ശ്വാസം ഉറപ്പുള്ള ശ്വാസം നമ്മുടെ അനുഭവത്തിൽ വരുന്നില്ല. അവിടെ ഇനി പ്രശ്നമില്ല. അവർ ശ്വാസം എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? ശ്വാസം ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ബാക്കി കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഉള്ള കാര്യം ചെയ്താൽ പോരെ. ഈ ബാക്കി കാര്യം ചെയ്യുന്നത് എന്തിനാണ്? ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്വാസം ഒഴിവാക്കുന്നത്. ഈ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാല് പിന്നെയും ചിന്തയിലേക്ക് പോകാനാ. ഈ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇവര് കുറച്ച് സമയം ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇവരായിട്ട്. പിന്നെന്താണ്, പിന്നെ മറ്റുള്ളവരുടെ കൺട്രോളിലായേ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള പ്ലാൻ ചെയ്യാണല്ലോ. ഞാൻ ലോക്കാണെന്നുള്ള ഭാഗത്ത് ഇരുന്നോണ്ട് ജീവിക്കുന്ന ഭാഗം ഇല്ല. ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തർക്കമില്ല, എല്ലാവരും പരസ്പരം സഹകരിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതെ, ഇനി സഹകരിക്കാത്തവരുണ്ടെങ്കിൽ വിട്ടുപോകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതത്ര രോഗം വന്ന് എന്ത് വന്നാലും ഒഴിഞ്ഞു പോകും. അതെ, അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിക്കാണ്, നിങ്ങളെല്ലാരും ഒഴിവാക്കി പോകുന്നതല്ലേ? അപ്പൊ നമ്മൾ ഒഴിവാക്കിയതല്ല, നമ്മളായിട്ട് ഇരുന്നപ്പം വേണ്ടാത്തത് ഒഴിവായതാണ്, അല്ലാതെ ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. അതെ 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 നമ്മുടെ കൂട്ടത്തിൽ ആർക്കും വേണേലും സഹകരിക്കാം. നമ്മൾ ആരുടെ അടുത്ത് ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്ന കാര്യത്തിൽ മറ്റാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് സ്ഥാപിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പോയി ഇരിക്കത്തുമില്ല. അവർ നമ്മളെ നിയന്ത്രിക്കാൻ നോക്കി. ഒരാൾ മറ്റാളെ നിയന്ത്രിക്കാൻ നോക്കണെന്തിനാ? ആ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവര് പോലും ആ ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത്. അതെ അതെ, വിട്ടുപോയെന്ന് പറയുമ്പോൾ തന്നെ ആരായിരുന്നു വിട്ടുപോകാനും? എവിടെ എന്നിൽ നിന്നൊന്നും വിട്ടുപോകാനില്ല. ഞാനായിട്ട് ഇരിക്കേണ്ട ഭാഗം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരാൾ എന്നെ ഉപേക്ഷിച്ചു, അയാൾ എന്നെ മൈൻഡ് ചെയ്യണില്ല. അയാൾ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്നെ മൈൻഡ് ചെയ്യുന്നുള്ളൊരു ഭാഗം എന്നിൽ സജീവമായാൽ അവിടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിക്കാം. ഒരു നാർസിസിസ്റ്റിന്റെ കഥ എല്ലാവരും പറയണത്, അയാൾ ഉപയോഗിക്കും, അയാളെടുത്ത് പോയി പെടരുത്, അങ്ങനെ ഇങ്ങനെ അയാളെ പറ്റിയിട്ട് ഫുള്ള് കാര്യങ്ങളാണ് പറയണത്. അപ്പൊ ഇത് ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരാളെ പറ്റി ചോദിക്കുമ്പോ അവര് മാനസികമായിട്ട് തളർന്നതാണ്. ഏത് ഈ നാർസിസിസ്റ്റ് ആരെയാണോ ഉപയോഗിക്കുന്നത്, ആരാണോ എനിക്ക് പ്രശ്നമാണെന്ന് പറയുന്നത്, അവര് മാനസികമായിട്ട് തളർന്നതാണെന്ന് അവര് പറയുന്നത്. എങ്ങനെയാണ് ഒരാൾ മാത്രം ഒരു നാർസിസ്റ്റിന്റെ കയ്യിൽ ചെന്ന് പെടുന്നത്? അതെ അതെ, അവിടെ തന്നെ എന്താ കാര്യം? എന്താണ് ഒരാള് നാർസിസ്റ്റിന്റെ കയ്യിൽ? മിക്കവാറും എന്തായിരിക്കും? ഒന്നെങ്കിൽ ഭാര്യയല്ല ഭർത്താവ്. ഈ സംവിധാനം എന്തിനാണ്? ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ. അതിൻ്റെ ജീവിക്കുന്ന ഭാഗത്താണെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ്. ഇവിടെ എല്ലാം സെക്സിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് മാറുന്നു, ഒറ്റപ്പെടുന്നു. അപ്പോഴവിടെ ഉണ്ടാകുന്ന പ്രശ്നം പലതാവും. അതെ, പിന്നെ ഈ രണ്ടുപേരും കൂടി മാറി എന്നിട്ട് ഇവർക്കൊരു വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള തീരുമാനം ഒരു ഭാഗത്ത്, അതൊരു പ്രശ്നം. വിശ്വാസം വേറൊരു പ്രശ്നം. ഇവരനുഭവിക്കുന്ന ഭാഗം ഒന്നുമില്ല. സെക്സാണ് പിന്നെ താൽക്കാലികമായിട്ടുള്ള സുഖത്തിന് വേണ്ടി, താൽക്കാലിക സുഖത്തിന് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഇവർ ഒരുമിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴതിനകത്ത് ഒരാൾ നാർസിസ്റ്റ് ആവും, ആരെങ്കിലും ഒരാൾ നാർസിസ്റ്റ് ആവും. ആകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരാൾക്ക് അപ്പർ ഹാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ. രണ്ടുപേരുണ്ട്, രണ്ടുപേരും ആശ്രയിക്കുന്നത് സുഖത്തെയാണ്. അപ്പോൾ ഒരാൾ നിയന്ത്രിക്കാൻ വരും. ഇനി സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യും. ഒരാളുടെ സുഖം ആവില്ല, അടുത്ത ആൾക്ക് വേണ്ടി വരിക. പക്ഷേ അവിടെയും പ്രശ്നങ്ങളെ അല്ല, അപ്പോഴേ ഇത് നാർസിസ്റ്റ് ആകുന്നത്. കാരണം ഇയാൾക്ക് വേണ്ടിയിട്ടാണ് മറ്റാളെന്നുള്ള തോന്നൽ വരും, എനിക്ക് വേണ്ടിയിട്ടാണ് മറ്റാളെന്നുള്ള തോന്നൽ. അപ്പോൾ ഓണർഷിപ്പ് വന്ന് ഈ ഓണർഷിപ്പ് വഷളാവുമ്പോഴാണ് നാർസിസ്റ്റ് ആകുന്നത്. എൻ്റെ അവകാശത്തിൽ ഇയാൾ നിൽക്കണം. വസ്തുക്കളും സാധനങ്ങളൊക്കെ ഓക്കെ, പൈസ കൊടുത്ത് വിടണം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു വ്യക്തിയെ കയറി അധികാരമാക്കുമ്പോൾ അവിടെ അത് വലിയ അയാളുടെ ജീവിതവും തുലഞ്ഞ് ഇയാളുടെ ജീവിതവും തുലഞ്ഞ്. അപ്പം നാർസിസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം ഈ മതവിശ്വാസമാണ്. മതവിശ്വാസം ഈ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലവുമാണ്. അല്ലാതെ നാർസിസം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോകാനുള്ള ഒരു രോഗം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം പരസ്പരം സഹകരിച്ചാൽ ഒരുമിച്ചിരിക്കുക എന്നുള്ള ഭാഗം, ഒരുമിച്ച് ആ ഒരുവനെങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത്,
കാരണം ഈ രോഗത്തിനൊരു പേരിട്ട് വിളിക്കുന്നത് പോലും ഈ വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, രോഗത്തിന് പേരിടുന്നത് അതെ, അത് ക്ലിയർ ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് പോകണ്ടേ. രോഗത്തെ നിലനിർത്താനാണ് നോക്കുന്നത്, രോഗത്തിന് പേരിട്ട് അതിനെ അവിടെ ഉണ്ടാക്കുന്നത്. അതെ അതെ, ബൈപോളാർ ഡിസീസ്, സ്കിസോഫ്രീനിയ, ഇങ്ങനെ രോഗത്തിന് പേരിടുകയാണ്. അടുത്തൊരാളെ ശരിക്ക് അങ്ങോട്ട് ആ പേര് ചാർത്തി കൊടുക്കുമ്പോൾ അയാള് പിന്നെ അവിടെ വിക്റ്റിമാവുക ചെയ്യുന്നത്. അതെ അതെ, കള്ളൻ, നുണയൻ, സ്ത്രീലമ്പടൻ, ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? അനുഭവത്തിന്റെ ഭാഗത്തോട്ട് എത്തുന്നില്ലാരും. അനുഭവത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ മറ്റുള്ളവരുടെ ലക്ഷണം നോക്കണ്ട. മുടി ശരിയല്ല, താടി ശരിയല്ല, ഇതൊന്നും എന്തിനാണ് വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്? പക്ഷെ ഈ കമ്പയർ ചെയ്യുന്നിടത്ത് എല്ലാവരും വിക്റ്റിം ആവുകയാണ്. അതെ, ഉടുത്ത് ഒരുങ്ങി, പിന്നെ പെർഫ്യൂം അടിച്ച്, വാച്ച്, നല്ല വാച്ച് കെട്ടി, നല്ല കാറ് മേടിച്ച്, ഇതെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഇവൻ ഇതിന് സാധിച്ചില്ലെങ്കിൽ ഇവന്റെ ഹോൾ സിസ്റ്റമാണ് ഇവൻ തളർന്നു പോണത്. ഓണർഷിപ്പാണ് എല്ലാത്തിനെയും ഓൺ ചെയ്യുന്നുള്ള ഭാവം, ഇത് എൻ്റേതാക്കണം. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വഷളാകുന്നത്. ഓണർഷിപ്പ് എടുക്കാതെ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഓണർഷിപ്പ് എടുക്കണ്ട. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞതാണ് ശരി, അത് എല്ലാത്തിൻ്റെ ഓണർഷിപ്പ് എടുക്കുമ്പോഴാണ് ബലം പിടുത്തം വരുന്നത്. ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യണ പോലെ, ലക്ഷ്യം പോലെയാണ്. അതായത് ഒന്നും കാണില്ലല്ല. എന്താ കാര്യം വെച്ചാൽ എനിക്ക് എന്നെ അനുഭവിക്കാൻ അത് വേണം. അല്ല, എന്നെ അനുഭവിക്കാൻ എന്നെ പോരെ. ഞാൻ മുസ്ലിം ആവണ്ട, ഹിന്ദു ആവണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിന് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ പേരിടാൻ പറ്റുമോ? ഞാൻ എന്നെ അനുഭവിക്കുന്നത്, ഞാൻ എന്നെ അനുഭവിക്കുന്നിടത്ത് എന്താ പ്രശ്നം? അവിടെ ഒരു പ്രശ്നമില്ല. അത് അനുഭവത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് യാതൊരു ബുദ്ധിമുട്ടില്ല. യെസ് നിതേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയുണ്ട് സാർ വിശേഷം? നല്ല വിശേഷം. അതെ, നമ്മളിങ്ങനെ അനുഭവത്തെ പറ്റി പറയുകയായിരുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. അവിടെ ബഹളം വെക്കേണ്ട കാര്യമില്ല, തർക്കിക്കേണ്ട കാര്യമില്ല. അതെ, നിരന്തരമായിട്ടുള്ള അനുഭവത്തെ നമുക്ക് അനുഭവം എന്ന് വിളിക്കാം. താൽക്കാലം ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇത് അനുഭവങ്ങളുടെ ഭാഗത്ത് വരും. പക്ഷെ അതേസമയം അനുഭവങ്ങളിൽ നിൽക്കുമ്പോഴും അനുഭവം ഉണ്ടല്ല. അതെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥ. അതിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓക്കെ ഒരു ഈ അനുഭവങ്ങളിൽ പെട്ടുപോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഇത് ഏകവചനമല്ല, ബഹുവചനം. അതായത് അനുഭവം, ഒരു സാറുമായി സംസാരിക്കുന്ന ഒരു അനുഭവം, ഇനി വേറെ ആരെങ്കിലും നമ്മളോട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അനുഭവം. അപ്പൊ ഈ പെർമനന്റ് ആയിട്ട് ഇന്നതിൽ നിൽക്കാതെ ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ മാത്രം കടന്നു പോകുമ്പോൾ ആണ് സഫറിങ് അല്ലേ? അതെ 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 നിരന്തരം ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും നിരന്തരമായിട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ സംസാരം എന്ന് പറയുന്ന അനുഭവത്തെ കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം അല്ലേ? അപ്പം ഇത് ഓക്കെ, വഷളാകുന്നില്ല, വഷളാകുന്നുണ്ട്, അന്തരം മനസ്സിലാക്കാം. അതായത് ഈ വ്യത്യസ്തമായ അനുഭവങ്ങളെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, വ്യത്യസ്തങ്ങളെ കാണുന്നുണ്ട് നമ്മൾ. അതെ അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് വ്യത്യാസം നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഇത് ഉണരുമ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല. അതായത് ഈ നിരന്തരമായ അനുഭവത്തിൽ നിന്നാണ് ഈ വ്യത്യാസങ്ങളെ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് സഫറിങ് ഇല്ലാണ്ട് മറ്റേ വ്യക്തിയുമായി സംസാരിച്ച് പോകാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പൊ ഈ അനുഭവം എന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അവസ്ഥയാണ് അനുഭവം എന്ന് പറയുന്നത്. ആൾക്കാർ
ആൾക്കാരല്ല ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ നിരന്തരമായ അനുഭവങ്ങളെയാണ്. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടല്ലോ നിരന്തരമായ അനുഭവങ്ങൾ, അതിൽ പെട്ടുപോകുന്നതാണ് പ്രശ്നം. അതെ 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 ആ അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വർത്തമാനം പറയുന്നു, ഈ വർത്തമാനം പറയുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ആ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഈ അനുഭവങ്ങൾ ഈ അനുഭവങ്ങളിൽ പെട്ടുപോകുമ്പോഴാണ് സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് എനിക്ക് സാറിന് മനസ്സിലായി എന്ന് പറയുന്നത് അല്ലെ? അതെ 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 അല്ലെ? അപ്പൊ ഈ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ഒരു അനുഭവങ്ങളിൽ പെട്ടുപോകുന്നതിന്റെ ഒരു അവസ്ഥയാണ് അല്ലെ? തീർച്ചയായിട്ടും. എന്നിട്ട് പിന്നെ ഈ മനസ്സിലാക്കലാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതെ 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 മനസ്സിലാക്കി ഇവിടെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഇല്ല. അതെ അതെ അല്ലേ? അതെ, അനുഭവിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാറിന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, സാറുമായി സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതെ അതെ, നിങ്ങൾക്ക് നിങ്ങളെ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അതെ 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 നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഇനിയിപ്പം മറ്റൊരാൾ വന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലാണ്ട് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. അതെ അതെ, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഭാഗമില്ല. അത് നിരന്തരം അത് അനുഭവങ്ങളിൽ വന്ന് അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിന്റെ അവസ്ഥയാണ് മനസ്സിലാക്കുന്നത്. അതെ, വ്യത്യസ്തമായിട്ടുള്ള അനുഭവത്തിന്റെ ഭാഗം നിയന്ത്രിക്കാതെ വിട്ടുപോയി. അതായത് അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾ കാണാനില്ല അതിന്, അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. അതെ അതെ അതെ, ഇപ്പം ഞാനൊരു കാര്യം പറയാൻ തുടങ്ങി, അവിടെ നിങ്ങൾ ഇടയിൽ കയറി, എനിക്ക് നിർത്താം. ഞാൻ പറയാൻ വന്ന കാര്യം, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളത് എടുക്കുന്നില്ല, നിങ്ങൾ വേറെ കാര്യം പറയുന്നു. ഓക്കെ, ഈ പറയുന്ന കാര്യത്തിലാണ് എല്ലാവരും പെട്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്തേ നിങ്ങൾ കേൾക്കാത്തത്? ഞാൻ പറഞ്ഞ കാര്യം ആർക്കും കേൾക്കണ്ട, ആർക്കും ആവശ്യമില്ല, കേൾക്കണ്ട. കാരണം അങ്ങനെ ഒരു കാര്യത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മളാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എന്താണ് വരുന്നത് അതിനനുസരിച്ച് സംസാരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് പ്രസക്തിയുള്ള ഭാഗം എന്താണ്? പ്രസക്തമായിട്ടുള്ള ഭാഗം, ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നു. ഓക്കെ, ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഈ അനുഭവത്തിലിരുന്നുകൊണ്ടാണ് ഈ അന്തരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടി, ഞാനൊരു വണ്ടി യാത്ര ചെയ്യുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങുന്നു, ഡ്രൈവർ മോശമായിട്ട് ഓടിക്കുന്നു, അത് നന്നാക്കി എടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധിക്കണേ. അതായത് ഒരാൾ തെറി പറയുന്നു അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നു, അപ്പോഴും എൻ്റെ ഉള്ളിൽ ഇത് മോശമാകാതിരിക്കാൻ നല്ല അനുഭവത്തെ ഞാൻ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും എന്നിൽ സ്ഥിരമായിട്ടൊരു അനുഭവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥിരമായിട്ട് അനുഭവത്തെ സൃഷ്ടിക്കുന്നത് കൊണ്ട് എനിക്ക് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതെ, അനുഭവങ്ങൾ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന അതായത് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. അതെ, സാറുമായി സംസാരിക്കുമ്പോൾ ഒരു അനുഭവം അവിടെ ഉണ്ട്. ഇനി സാറ് മാറി മറ്റൊരു ഒരാളുമായിട്ട് വേറെ ആരുമായിട്ട് സംസാരിച്ചോട്ടെ, അവിടെ അനുഭവങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അതെ, പക്ഷെ ഈ അനുഭവങ്ങളെ കാണുന്ന ഒരാളുണ്ട് അല്ലെ, നമ്മള് ആ കോൺസ്റ്റന്റ് ആയ അവസ്ഥ. അതെ അതെ, അനുഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആള്. അതെ അതെ, അനുഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഞാനൊരു അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ ഒരു അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ അത് വിഷയമില്ല. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൻ്റെ പുറത്താണ് ഈ അനുഭവങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് ആരുമായിട്ടും സഹകരിക്കാം. ഒരാളുടെ ആവശ്യം എന്താണ്? എല്ലാവരുടെയും ആവശ്യങ്ങളാണ് ഒരുപാട്. എന്താണ്? ഓണർഷിപ്പ് ഉണ്ടാക്കാനാണ് ഈ ആവശ്യങ്ങളായിട്ട് നടക്കുന്നത്. ഓണർഷിപ്പ് ഉണ്ടാക്കാൻ നോക്കി, എല്ലാത്തിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാക്കാൻ നോക്കി, അപ്പോഴാണ് അഹങ്കാരമാകുന്നത്. ഇതെൻ്റേതാക്കണം. എന്തുകൊണ്ടാണ് ഇതെൻ്റേതാക്കണം എന്നുള്ള തോന്നൽ വരുന്നത്? കാരണം എന്നിലൊരു അനുഭവം സ്ഥിരമായിട്ടില്ല. സ്ഥിരമായിട്ടൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ
പിന്നെ മറ്റൊന്നിൻ്റെ ഓണർഷിപ്പിന് പോവുകയില്ല. ഇല്ല. ആ ആ അപ്പോൾ സ്ഥിരമായിട്ടൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാത്തതുകൊണ്ടാണ് ഈ ഓണർഷിപ്പാണ് എല്ലാവരുടെയും മാനസിക അസ്വസ്ഥതയുടെ കാരണം. അല്ല, അപ്പൊ ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ വരുന്ന ഭാഗമല്ലേ? അതായത് ഈ പെർമനന്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള പൈസ, ഇപ്പൊ ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ട്, ഇപ്പം നമ്മളിപ്പോ എങ്ങനെ ജീവിക്കുന്നുള്ളതാണ്, അതാ ഓട്ടോമാറ്റിക്കലി സഫറിങ് ഇല്ലാണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ സഫറിങ് ഇല്ല. കാരണം ഈ ഒരു നമ്മൾ സൃഷ്ടിച്ച അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നില്ല. അതായത് ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു, ഓക്കെ, അത് കോൺസ്റ്റന്റ് ആണല്ല. ഓക്കെ, ഇനി എന്താണ്? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം ശ്വാസം, ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടികളാണ്. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റാണ്. ഇനി നമ്മൾ സൃഷ്ടിക്കുന്ന അനുഭവം, ഇനി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മൾ സൃഷ്ടിക്കുന്ന അനുഭവമാണ്. അവിടെയാണ് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതെല്ലാം വരുന്നത്. അപ്പം അതല്ലേ നമ്മളുടെ ഭാഗത്ത് വേണ്ട ആവശ്യങ്ങൾ. കാശിൻ്റെ ആവശ്യം എവിടെയാണ്? ഈ നമ്മൾ സൃഷ്ടിക്കുന്ന അനുഭവത്തിലാണ്. ഈ ക്യാഷ് എന്ന് പറയുന്നത് നമ്മളിപ്പം, അതായത് അങ്ങനെ ഒരു സംഗതി ഇല്ല, എന്നാൽ പോലും അതൊരു അനുഭവങ്ങളിൽ വരുന്നൊരു കാര്യമാണ്. അതെ, അതായത് നമ്മളിൽ വരുന്നൊരു കാര്യമാണ് ക്യാഷ്. അതെ അതെ അല്ലേ? അതെ, നമ്മളിൽ വരുന്ന കാര്യം. നമ്മളിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രശ്നമാണ്. അതെ, നമ്മൾ കാശ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. അതെ അതെ കാശ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വെച്ചാൽ കാശ് കൊണ്ടുള്ള ഇതിര അനുഭവങ്ങൾ. അവിടെ അനുഭവങ്ങളെ വരത്തുള്ളൂ. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അതായത് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാതെ ഞാൻ ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാല് അയാളെ ക്യാഷിൽ പെട്ടു. എക്സാക്ട്ലി, അത് തന്നെ. അപ്പോ ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. എക്സാക്ട്ലി, 100% ക്ലിയർ ആണ്. അപ്പോ അപ്പോഴേ അവന് ആ ക്യാഷ് ഉപയോഗത്തിൽ വരുള്ളൂ, അല്ലെ? അതെ അതെ, ക്യാഷ് അവന് ഉപയോഗിക്കും, അവൻ ചത്തു. അതെ അതെ, അവന് കഷ്ടപ്പാടാവും. അപ്പോഴാണ് കല്യാണം കഴിച്ച് ഭാര്യനെ സ്വന്തമാക്കുന്നു, ഭർത്താവിനെ സ്വന്തമാക്കുന്നു. അങ്ങനെ അതിൽ നിന്നാണ് ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ വ്യക്തമാണ്. അപ്പൊ അവിടെ ഈ നമ്മൾ എന്ന അവസ്ഥ മാത്രം ക്രിയേറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥ. അതെ, നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ കാലത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് സംസാരവും ഇതെല്ലാം കാലത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. അതെ, ഇപ്പം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യം നിങ്ങൾ സംസാരിക്കുന്നു. അതിനകത്ത് ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഞാൻ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യം വരണത് എവിടെയാണ്? ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കാത്തതുകൊണ്ടാണ്. അതെ, എൻ്റെ ആശയമാണ്, എൻ്റെ അഭിപ്രായമാണ് ശരി. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയൊന്നുമില്ല. അത് ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നു, പോകുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ജീവിതം വളരെ സുഭിക്ഷമായിട്ട് കൊണ്ടുപോകാവുന്ന ഒന്നാണ്. അതിന് വേണ്ടത് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം ഉണരണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ ഈ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗത്ത് ആണ് ഈ വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഇരിക്കുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. ഇവിടെയാണ് ഈ വിശ്വാസ പ്രമാണങ്ങൾ മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കുകയും ചതിക്കുകയും എല്ലാം ചെയ്യുന്നത്. കാരണം അവിടെ ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ ആർക്കും അവിടെ കയറി ഇടപെടാൻ പറ്റത്തില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിതീഷുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നും. കുറച്ച് നേരം കഴിഞ്ഞ് കമലാഷനുമായിട്ട് നിതീഷ് സംസാരിക്കുമ്പോൾ കമലാഷൻ പറഞ്ഞാണല്ലോ ശരി. അത് കഴിഞ്ഞ് രമയായിട്ട് സംസാരിക്കുമ്പോൾ രമ പറഞ്ഞാണല്ലോ ശരി. റൂബിയായിട്ട് സംസാരിക്കുമ്പോൾ റൂബി പറഞ്ഞാണല്ലോ ശരി. ഇത് ഏതെടുക്കും? കാരണം എന്താ? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ അവർ പറഞ്ഞ നമ്മളുടെ ഭാഗത്ത് മാത്രമാകും.
അവർ പറഞ്ഞാലേ നമ്മളുടെ ഭാഗത്താവും. അത് അപ്പം ആ സന്ദർഭത്തിന് എന്താണ് ആവശ്യം അത് കഴിഞ്ഞ്. അല്ലാണ്ട് ഇത് ശരിയോ തെറ്റോ എന്നുള്ള ഭാഗമില്ല. ഇത് ഈ ഉള്ളിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയാണ്, അവരുടെ കൂടെ പോകും. അടുത്തത് കാണുമ്പോൾ അതിൻ്റെ കൂടെ പോകും. അങ്ങനെയാണ് ചില ആൾക്കാർ റേക്കി പഠിക്കും, പ്രാണിക് ഹീലിംഗ് പഠിക്കും, എല്ലാം പഠിക്കും. പക്ഷെ ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. ഒരു കാരണത്തിലും സ്വസ്ഥത കിട്ടത്തില്ല. കാരണം എന്താണ്? ആരെ കണ്ടാലും ഇയാൾ പറഞ്ഞാണ് ശരി, ഇനി ഇയാളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടിയേക്കാം. അടുത്ത ആളെ കാണുമ്പോൾ ഇതാണ് മറ്റേനേക്കാൾ വലിയ ഗുരു, അടുത്ത വലിയ ഗുരുവിനെ കാണും. അങ്ങനെ അയാളുടെ കൂടെ പോകും. അങ്ങനെ പല ഗുരുക്കന്മാരുടെ പുറകെ കിടന്ന് കറങ്ങും. കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ പിന്നെ ഉള്ളതെല്ലാം നമ്മളാണ്. ഗുരുവിൻ്റെ ആവശ്യം എവിടെയാണ്? ഗുരു എന്ന് പറഞ്ഞൊരു ഭാഗം എങ്ങും ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ സഹകരിക്കുകയല്ലേ, എല്ലാവരും സഹകരിക്കുന്നു. എല്ലാവരിലും ഇല്ലേ ഞാനെന്ന് പറയുന്ന അനുഭവം സൃഷ്ടിക്കാനുള്ള കഴിവ്? ആരെല്ലാം ഇതില്ലാത്തത്? എല്ലാവരിലും ഉണ്ട് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാനുള്ള ഭാഗം. അപ്പം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് നമ്മൾ സഹകരിക്കുന്നു. ഭാര്യ ആരും ആയിക്കോട്ടെ, ഭർത്താവ് ആരും ആയിക്കോട്ടെ, വീട്ടിൽ ഭാര്യ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ഭർത്താവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അല്ലെ കുറേ മനുഷ്യരുണ്ട്. ആയിക്കോട്ടെ, എന്താ കുഴപ്പം? ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്. എന്ത് കാര്യത്തിനാണ്? എൻ്റേതെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവനും. നിങ്ങൾക്കാർക്കും അറിയത്തില്ല എൻ്റെ ഭർത്താവ് എത്രക്കാരനാണ്. എൻ്റെ ഭർത്താവ് എത്രക്കാരനാണ് എനിക്കെന്താണ്? എൻ്റെ ഭർത്താവ് സ്ത്രീ ലംബടനാണ്, ആയിക്കോട്ടെ. അപ്പം അങ്ങനെ പോയി വല്ല പെണ്ണുങ്ങളുടെ പുറകെ പോണേന് എനിക്കെന്താ കുഴപ്പം? അല്ല എൻ്റെ ഭാര്യ മോശക്കാരിയാണ്, അവൾ ഒരു അഴിഞ്ഞാട്ടക്കാരിയാണ്, ഇത് എൻ്റേതാക്കുമ്പോഴാണ് കുഴപ്പം. എൻ്റെ കാറ് കംപ്ലൈൻറ്റാണ്, ഞാനെന്തിനാണ് വിഷമിക്കണത്? കാർ റിപ്പയർ ചെയ്യണം. എൻ്റേതാണ്, എന്നിലെ അനുഭവത്തിനാണ് കോട്ടം. എൻ്റെ കാറ് കംപ്ലൈൻറ്റായി, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇറങ്ങി റിപ്പയർ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താ കംപ്ലൈൻറ്റ്? അത് ഇറങ്ങി റിപ്പയർ ചെയ്യണം, എന്നിട്ട് ഓടിച്ചുകൊണ്ട് പോകണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കാശ്, ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എൻ്റെ കാശ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കാശ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി, എൻ്റെ കാശ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. എൻ്റേതെന്ന് പറയുന്നിടത്താണ് പണി എട്ടിൻ്റെത് കിട്ടുന്നത്. ഇതെല്ലാം നമ്മളുടേതാണ്. ഞാൻ എന്തനുഭവം ഉണ്ടാക്കി? ഞാൻ എന്നിൽ അനുഭവം ഉണ്ടാക്കി. ആ ഞാനുണ്ടാക്കിയ അനുഭവം കോൺസ്റ്റൻ്റാണ്, അതിനകത്ത് ആർക്കും കൈവെക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു, അപ്പോഴെന്തായി? ഞാൻ സൃഷ്ടിച്ച അനുഭവം എനിക്ക് സ്ഥിരമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പെരുമാറുന്നു, നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നു, നമ്മളുടെ അനുഭവങ്ങളാണ്. വിഷമിക്കേണ്ട ഒരു ഭാഗമില്ല, എങ്ങും വിഷമിക്കേണ്ട ഭാഗമില്ല. എൻ്റെ ഭാര്യ എന്നുള്ള ഭാഗം അവിടെ വരുന്നില്ല. പിന്നെ എന്തിനാ എൻ്റെ ഭാര്യയാക്കണം? എന്തിനാണ്? അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പരിപൂർണ സ്വാതന്ത്ര്യത്തോട് വിടുക. ഒരു കാരണവശാലും നിയന്ത്രണത്തിന് വിധേയമാക്കരുത്. ഇത് മാതാപിതാക്കൾ മക്കളെ കംപ്ലീറ്റ് നിയന്ത്രിക്കുക എന്ത് കാര്യത്തിനാണ്? എൻ്റെ മക്കൾക്കും സ്വസ്ഥതയില്ല, മാതാപിതാക്കൾക്കും സ്വസ്ഥതയില്ല. കാരണം എന്താണ്? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചാൽ ആ സൃഷ്ടിക്കുന്ന അനുഭവം സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ശ്വാസം, ശബ്ദം, വെളിച്ചം. ഇത് മൂന്നും നമ്മുടെ എന്നിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗത്താണ് വരുന്നത്. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മളുടെ അനുഭവമാണ്. ഞാൻ ഒരിക്കലും ഇമോഷണലി വേദനിക്കത്തില്ല. ശ്രദ്ധിക്കണേ, ഇമോഷണലി എനിക്ക് ഒരു കാരണവശാലും അസ്വസ്ഥത ഉണ്ടാകത്തില്ല. കാരണം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകുന്നത് ഒരു അനുഭവം തന്നെയാണ്. ഓക്കെ, കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, കോൺസ്റ്റൻ്റായിട്ട് ഞാനൊരു അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഈ കോൺസ്റ്റൻ്റായിട്ടുള്ള അനുഭവം ഉള്ളത് കൊണ്ട് ആരെന്ത് പറഞ്ഞാലും എല്ലാ വരുന്ന അനുഭവങ്ങളെല്ലാം നിയന്ത്രണത്തിന് വിധേയമായിട്ട് നിൽക്കും.
കാരണം നമ്മളിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എന്ത് കണ്ടാലും ഒരാൾ മറ്റൊരാളെ കഴുത്തറുത്ത് സ്ലോയിൽ കൊല്ലുന്നു. നമ്മൾ ഇടപെടുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ചെന്ന് ഇടപെടും. അല്ലാണ്ട് നമുക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടൊരു അനുഭവമുണ്ട് നമ്മളിൽ. നമ്മുടെ മുമ്പിൽ ഒരാൾ മറ്റൊരാളെ വളരെ സാവകാശം കഴുത്തറുത്ത് കൊല്ലുന്നത് നമ്മൾ കാണുന്നു. അപ്പം ഞാനിത് പറയുന്നതിൻ്റെ ഭാഗം, കാരണം മിക്കവർക്കും ഇത് താങ്ങാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. എന്താ കാരണം? ഇത് താങ്ങാൻ പറ്റാത്ത കാഴ്ച എന്തുകൊണ്ടാണ്? എന്നെയാണ് ഈ കഴുത്ത് അറുക്കുന്ന ഭാഗമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. കാരണം റെസണേറ്റ് ചെയ്യും. മറ്റൊരാളെ കൊല്ലുമ്പോൾ, മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാകും. അതൊരു സ്വാഭാവികമാണ്. അപ്പോൾ ഈ വേദന ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ട് ഇയാളെ രക്ഷിക്കാം. ഞാനും കൂടി വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രക്ഷിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. കാരണം അതിന് എന്നിൽ വേദന ഉണ്ടെങ്കിൽ മറ്റൊരാളെ ആ പ്രവൃത്തിയിൽ നിന്ന് മാറ്റുന്ന ഭാഗത്ത് എൻ്റെ കഴിവ് ഒരിക്കലും പെർഫെക്റ്റ് ആകത്തില്ല. ഞാൻ വേദനിക്കാതിരിക്കണം, ഞാൻ സ്റ്റേബിളായിട്ടിരിക്കണം. അപ്പോഴാണ് മറ്റൊരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം തെറ്റാണെങ്കിൽ നമുക്ക് തടയാൻ പറ്റുന്നത്. ഒരു സംശയം വേണ്ട, ഒരാൾ ഉപദ്രവിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിന് ഒരു ന്യായീകരണവും ഇല്ല. പലപ്പോഴും പറയും ഭാര്യയാണ്, ഭർത്താവാണ്, ഞാൻ നോക്കിക്കളാം. ഒരു റൈറ്റും ആർക്കുമില്ല. ഒരു റൈറ്റും സ്വന്തം മക്കളെപ്പോലും ഉപദ്രവിക്കാനുള്ള റൈറ്റ് ആർക്കുമില്ല. എൻ്റെ കുട്ടിയാണ്, ഇല്ല, അങ്ങനൊരു ഭാഗമില്ല. എൻ്റെ ഭാര്യയാണ്, ഞാൻ അടിക്കും തല്ലും, ഇല്ല. അത് തെറ്റാണ്. അത് ഇവിടുത്തെ നിയമം എന്താണെന്നുള്ളതല്ല, അത് തെറ്റാണ്. പക്ഷെ ഇതാർക്കും അറിയത്തില്ല. മാനസികമായിട്ട് ടോർച്ചറിങ്. എന്തുകൊണ്ടാണ് മാനസികമായിട്ട് ടോർച്ചറിങ് നടക്കുന്നത്? കാരണം തലമുറകളായിട്ട് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം ഒരു വ്യക്തിക്കും അറിയത്തില്ല. ഇതൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ ഞാനിപ്പോൾ മരിച്ചു പോകാൻ പോകുന്നു. എന്താ മരിച്ചു പോകാൻ പോകുന്നത്? ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ് മരിക്കേണ്ടത്. അത് മരിക്കണമെങ്കിൽ കൃത്യമായിട്ട് കാണാം. ഓക്കെ, ഇതെൻ്റെ മരണമാണ്. കാരണം ഞാനവിടെ സൃഷ്ടിക്കുന്നില്ല. ഞാൻ മരണത്തെ കൃത്യമായിട്ട് കാണുന്നു. ഒരു കുഴപ്പമില്ല. കാരണം ഈ മരിക്കണമെങ്കിൽ ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ് മരിക്കേണ്ടത്. അതേ മരിക്കാനുള്ളൂ. അപ്പം അത് മരിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ മരിക്കണത്. അല്ലാണ്ട് സംഭവിക്കത്തില്ല. അപ്പോൾ ഇനി ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച് ഇനി മരിച്ചതിന് ശേഷം എന്നൊരു ഭാഗവും ഇല്ല. കാരണം എനിക്കറിയാം എന്തൊക്കെ കൊണ്ടാണ് ഇത് കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇനി മരിച്ചു പോയി എന്നില്ല. അങ്ങനെയൊരു സംശയം വരാനുള്ള യാതൊരു ഭാഗവുമില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നതുകൊണ്ട് അവിടെ വേറൊരു ഈശ്വരനും ഇല്ല, ഒരു ദൈവവും ഇല്ല, ഒരു ദൈവിക സങ്കല്പവും ഇല്ല. ഇനി ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ അവിടെ എന്തോരും എല്ലാ മറ്റുള്ള കുറേ അത്ഭുതങ്ങളും വേറെ കുറേ ശക്തികളുണ്ട്. ഇത് പറയൂല ചില ആൾക്കാർ, മറ്റേ കുട്ടിച്ചാത്തൻ, അത് ഇങ്ങനെയൊക്കെ പല സാധനം വരും എന്നൊക്കെ പറയുന്ന ആൾക്കാർ സാവകാശം നമ്മുടെ അടുത്തുനിന്ന് മാറാൻ തുടങ്ങും. ഇങ്ങനെയുള്ള കുറേ ആ ശക്തിയുണ്ട്, ഈ ശക്തിയുണ്ട്, ഞാൻ അങ്ങനെ കണ്ടതാണ്, ഇങ്ങനെ കണ്ടതാണ്, ഇതിങ്ങനെയൊക്കെ കുറേ കഥകൾ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ ഭാഗത്തോട്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വരത്തില്ല. കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെൻ്റെ അനുഭവം മാത്രം മതി. വേറെ ഒരു അത്ഭുതത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെയും പുറകെ പോകണ്ട. വളരെ സ്റ്റേബിളാണ്. ഞാൻ കൃത്യമായിട്ടുള്ള ഭാഗത്താണ്, യാതൊരു സംശയമില്ല. അപ്പം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ നമ്മളുടെ ഉള്ളിലോട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു തോട്ടും വരത്തില്ല. എന്താണ് എല്ലാവരുടെയും പ്രശ്നം? എന്താണ്? ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത കാര്യം കയറി വരുന്നു. ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാര്യം ചെയ്യാനുള്ള ഭാഗം വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിലല്ല ഇരിക്കുന്നത്.
ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിലല്ല. ഇതാണ് പ്രശ്നം. ഞാൻ സൃഷ്ടിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഈ ചിന്തയുടെ അനുഭവമല്ലേ? ചിന്ത ഒരു അനുഭവമാണ്. അതെ, അത് ഞാൻ സൃഷ്ടിക്കുന്ന അനുഭവമല്ലേ ചിന്ത? അതെ, ഞാൻ സൃഷ്ടിക്കുന്നതാണെന്ന് ചോദിച്ചാൽ കാലം സൃഷ്ടിക്കുന്ന അനുഭവമാണ്. അത് ഞാനല്ലേ സൃഷ്ടിക്കുന്നത്? ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിലാണ് ഇത് വരുന്നത്. കാലത്തിൻ്റെ സ്വാധീനം, ചുറ്റുപാട്, അന്തരീക്ഷത്തിൻ്റെ സ്വാധീനം. അപ്പോൾ ഈ അന്തരീക്ഷത്തെ ഞാൻ സൃഷ്ടിച്ചതാണ്. ഓക്കെ, എൻ്റെ അമ്മയെ ഞാൻ സൃഷ്ടിച്ചു. ഞാനല്ലേ, ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, ഇത് ഞാൻ ഡിഫൈൻ ചെയ്യും, ഇതെൻ്റെ അച്ഛനാണ്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ സൃഷ്ടിക്കുന്നത്. ഞാൻ അച്ഛനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? കാലത്തെ സൃഷ്ടിക്കുന്നത് ചൂടാണ്, തണുപ്പാണ്, അന്തരീക്ഷത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും സാവകാശം ഞാൻ റെക്കഗ്നൈസ് ചെയ്താണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും അതവിടെ ഉള്ളതാണ്, ഇവിടെയാണ് പെട്ടുപോകുന്നത്. അങ്ങനെയല്ല. ഞാൻ തന്നെ ഒരു അനുഭവമല്ലേ? ഞാൻ എന്ന് പറയും, ഞാൻ തന്നെ ഒരു അനുഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ കാരണമുണ്ടാകുന്ന അനുഭവം ഇങ്ങനെ എടുക്കാനാണ് സാധ്യത. ഞാൻ കാരണം, അതെ, അതായത് ഞാൻ കാരണമാണ് എന്റെ ഹൃദയം വർക്ക് ചെയ്യുന്നത്, എന്റെ ഡൈജഷൻ നടക്കുന്നത്, എനിക്ക് വിശപ്പുണ്ടാകുന്നത്. അതിന്റെ പിന്നിലൊരു ഞാനുണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് പോകുന്ന അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ ഹൃദയം വർക്ക് ചെയ്യുന്നത്. ഇതിനു പകരം ഞാൻ കാരണം ഒരു അനുഭവത്തെ സൃഷ്ടിച്ചു നോക്കിക്കേ. ഈ ഹൃദയം അത് എന്ത് അനുഭവമാണ്? അത് അതെ, അതെ, ഞാൻ കാരണം എന്നിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹൃദയമൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ കാരണം ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കാരണം എനിക്ക് വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് നടത്താം. അതുകൊണ്ടുള്ള അനുഭവം സ്ഥിരമാകുമോ? ഇല്ല. അതെ, അപ്പോൾ കുറച്ചും കൂടി സ്ഥിരമായിട്ടുള്ള, ഞാൻ കാരണം സ്ഥിരമായിട്ടുള്ള എന്ത് അനുഭവം ഉണ്ടാക്കാൻ പറ്റും? ഞാൻ കാരണം എന്ന് പറഞ്ഞാല് എനിക്കിപ്പോഴും ഇതാവുന്നത് ഞാനെന്ന ഒരു സത്യം, അത് എന്താണെന്ന് എനിക്കറിയില്ല. അല്ല, അതിരിക്കട്ടെ. അല്ല രമ, ഞാൻ എന്നുള്ള സത്യം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ കാരണം എന്നിൽ സ്ഥിരമായിട്ടൊരു അനുഭവം ഉണ്ടാക്കാൻ പറ്റുമോ? അനുഭവം എനിക്ക് സൃഷ്ടിക്കാൻ അവിടെ നിന്നുകൊണ്ടൊരു സൃഷ്ടി പറ്റുന്നില്ല. അപ്പൊ ഇവിടെ അതെ, ഇതുകൊണ്ടാണ് നമ്മൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഞാൻ ചെയ്യുന്നു. ഇതാണ് നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ ഭാഗം വരുന്നത്. ഞാനാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കാരണമല്ലേ അവിടെ ഒരു അനുഭവം വന്നത്. ഞാൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുന്നു, അതിലല്ലേ സ്ഥിരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാക്കുന്നത്. ഞാനാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുന്നത്. ഞാൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്ത് സ്ഥിരമായിട്ടൊരു അനുഭവത്തെ കൊണ്ടുവന്നു. വേറെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല. ഒരു ചിന്തയില്ല, ഒന്നുമില്ല. ഞാൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷനും സ്ഥിരമായിട്ട് ചെയ്തു. ഞാൻ എക്സ്പാൻഷനും കോൺട്രാക്ഷനും സ്ഥിരമായിട്ട് ചെയ്ത ഒരു അനുഭവത്തെ സൃഷ്ടിച്ചു. അതിൽ യാതൊരു കാരണവശാലും കോൺഫ്ലിക്റ്റ് ഇല്ല. എൻ്റെ ശ്രദ്ധയിൽ ഞാൻ സൃഷ്ടിച്ച അനുഭവം. അപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ ബലമാണ് അറിയുന്നത്. അപ്പോഴും ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ കാരണം എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എന്താണ്? ഞാൻ കാരണം സൃഷ്ടിച്ച അനുഭവം അവിടെ ആർക്കും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഇളക്കാൻ പറ്റത്തില്ല. ഞാൻ കാരണം സൃഷ്ടിച്ച അനുഭവത്തിൽ സ്ഥിരതയുണ്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ടുള്ള ഒന്നാണെന്ന് നമ്മളിപ്പോൾ അനുമാനിക്കുകയും, ഇനി ഞാൻ സൃഷ്ടിച്ച അനുഭവം അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, അവിടെയാണ് കാലം, അമ്മ, അച്ഛൻ, ഇതെല്ലാം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഇതര അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലാതെ
അതവിടെ ഉണ്ട് എന്നൊരു ഭാഗമല്ല. എല്ലാവരും പെടുന്നത് ഇതെല്ലാം അവിടെ ഉള്ളതല്ലേ, അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്നതിൽ കഥയില്ല. ഞാൻ കാരണം, ഞാൻ എൻ്റെ അമ്മയുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാനാണ് ആ ബന്ധത്തെ ഉണർത്തി കൊണ്ടുവരേണ്ടത്. ഞാൻ സൃഷ്ടിക്കണം. എന്താണ് രമയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവം, ഓക്കെ, അത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് രമയായിട്ടുള്ള ബന്ധം ഞാൻ നമ്മളിൽ സൃഷ്ടിക്കുകയാണ്. ഈ ഭാഗം വ്യക്തമായിരിക്കണം. കാരണം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? കാരണം എന്നാലേ എനിക്ക് നല്ല അനുഭവമുള്ളൂ. അപ്പം നല്ല രീതിയിൽ രമയുമായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കണ്ടേ? നല്ല രീതിയിൽ സൃഷ്ടിക്കണം. നമ്മളുടെ ഭാഗത്ത് രമയുമായിട്ട് സഹകരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് രമയായിട്ട് സഹകരിക്കുന്ന ഭാഗത്ത് നല്ല അനുഭവം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്? ഞാൻ എന്നിൽ അനുഭവത്തെ എന്തോ ഉണ്ടേ. ഏത് നടത്തുന്നില്ല. ഞാൻ ഞാൻ ഒരു സൃഷ്ടി നടത്താത്ത, ഇപ്പൊ ഞാൻ കാറ്റ് അടിക്കുമ്പോ എന്റെ ദേഹത്ത് മുട്ടുന്നു, അവിടെ ഞാൻ അനുഭവമുണ്ട്, പക്ഷെ അവിടെ ഞാൻ സൃഷ്ടിക്കുന്നില്ലല്ലോ. ഒരു സൃഷ്ടി ആര് പറഞ്ഞു? അവിടെയാണ് ഈ കുഴയണത്. ഞാൻ സൃഷ്ടിക്കാതെ ഇത് കാറ്റാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഇത് തണുത്ത കാറ്റാണെന്ന് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിച്ചത്? ഞാൻ സൃഷ്ടിക്കാതെ. ഇവിടെയാണ് അബദ്ധം ഉണ്ടാകുന്നത്. ഇവിടെയാണ് അപകടം. കാരണം ഞാനാണ് സൃഷ്ടിച്ചത്. ഏത് അനുഭവത്തെ? ഇത് തണുത്ത കാറ്റടിക്കുന്നതാണ്, ഇത് ചൂടാണ്, വെയിലാണ്. അതുകൊണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ് അല്ലേ? എനിക്ക് ദേഷ്യം വരുന്നു, അതുകൊണ്ടല്ലേ നമ്മളിത് ദേഷ്യമാണ്. കാരണം ഞാൻ അനുഭവത്തെ കൃത്യമായിട്ട് എന്തോ മനസ്സിലാകാതെ കിടക്കുന്ന ഒരു സംഭവം എന്തുകൊണ്ടാണ്? ദർശിക്കാം, അല്ലെങ്കിൽ എനിക്കതിനെ സൂക്ഷ്മമായി അതിനേക്ക് ആ കാറ്റടിക്കുന്നതും അതിന്റെ ദേഹത്ത് തണുപ്പുളവാക്കുന്നതും അവിടെ എനിക്ക് പരിപൂർണമായിട്ട് അതിലെ സൂക്ഷ്മതലത്തിൽ വരെ ശ്രദ്ധിക്കാം. അവിടെ ഒരു ശ്രദ്ധിക്കുന്ന ആരാണെന്ന് ചോദിക്കുമ്പോ ഞാനാണ്. ഞാനെയോ എനിക്കിതുവരെ വ്യക്തമല്ല. ഞാൻ ഉണ്ടെന്ന് അറിയാമെന്ന് മാത്രം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം. അതെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞാൻ കാരണം എക്സ്പാൻഷനും കോൺട്രാക്ഷനും. അങ്ങനെയല്ലേ ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയെ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു ഇതറിയാനുള്ള മാർഗമാണ് പറഞ്ഞത്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്ത് എന്നിലെ അനുഭവത്തെ സൃഷ്ടിക്കണം, എന്നാലേ കാര്യം ശരിയാകത്തുള്ളൂ. അല്ല അനുഭവത്തെ സൃഷ്ടിക്കാതെ ഞാൻ കാരണം സൃഷ്ടിച്ച അനുഭവമില്ല. സമൂഹത്തിൽ അമ്മ വർത്താനം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, അല്ലെ സുഖം വരുന്നു, സന്തോഷം വരുന്നു. ഭർത്താവ് സംസാരിക്കുമ്പോൾ സന്തോഷം വരുന്നു, സുഖം വരുന്നു, ദുഃഖം വരുന്നു. കാരണം എന്താണ്? കാരണം അവർ സൃഷ്ടിക്കുന്ന അനുഭവമാണ്. അപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ചിലവർ നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ നല്ല രീതിയിൽ സംസാരിച്ചു, കൊള്ളാം, കുറേ കൂടുതൽ കൂടി കഴിയുമ്പോൾ അയാൾ മോശമായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ എന്നിൽ ആദ്യം അനുഭവത്തെ സൃഷ്ടിക്കുക. അപ്പോഴല്ലേ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പോഴല്ലേ വ്യക്തിത്വ ബോധം. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കണം. അപ്പോഴാണ് അജിറ്റേറ്റഡ് ആകാതെ, അല്ലേ, അസ്വസ്ഥമാകാതെ എനിക്ക് എന്നെ നിലനിർത്താൻ പറ്റുന്ന ഭാഗം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച ഭാഗം ഞാൻ ചെയ്തത് എക്സ്പാൻഷൻ കോൺട്രാക്ഷനിലൂടെയാണ്. അവിടെ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഭാഗം പറഞ്ഞാൽ മതി. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിലാണ് എനിക്ക് നമ്മൾ സൃഷ്ടിക്കുന്നത്. എന്താണ് ഞാൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? മറ്റൊന്നിനെയും ആശ്രയിച്ച് സൃഷ്ടിച്ചതല്ല. മറ്റൊന്നിനെയും, കാണപ്പെടുന്ന ഒന്നിനെയും ആശ്രയിക്കാതെ സൃഷ്ടിച്ചതിനെയാണ് ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചെന്ന് പറയുന്നത്. കാണുന്നതിനെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗത്താണ് നമ്മളെന്ന് പറയുന്നത്. അതുള്ളതാണ്. ഇവിടെ ചുറ്റുപാടും കാണാനുള്ള കാലത്തിൻ്റെ ഭാഗമാണ്. ഉള്ളതിനെ
കാരണം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ, കാറ്റ് ആദ്യം അനുഭവത്തിൽ ഫോക്കസ് ചെയ്ത് വന്നപ്പോൾ കാറ്റ് ഇവിടെ അന്തരീക്ഷത്തിലുള്ളതാണ്, ചൂട്, തണുപ്പ്. അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ എന്തുകൊണ്ടാണ്? കാരണം അതിനകത്ത് സ്ഥിരമായിട്ടൊരു അനുഭവം ഇല്ല, അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് സമാധാനം അല്ലേ. രമയുമായിട്ട് സംസാരിക്കുന്നു, അതിനുശേഷം ബിനിയുമായിട്ട് സംസാരിക്കുന്നു, റൂബിയുമായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ രമയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു അല്ലേ, നമ്മൾ അവിടെ സംസാരിച്ച് കഴിഞ്ഞു. അതിനുശേഷം റൂബിയായിട്ട് സംസാരിക്കുമ്പോൾ രമ പറഞ്ഞ കാര്യം എന്നിൽ കിടന്ന് അലട്ടുന്നുണ്ടെങ്കിൽ റൂബിയായിട്ട് സംസാരിക്കുന്ന ഭാഗം ക്ലിയർ ആകത്തില്ല. രമയായിട്ട് സംസാരിച്ച് കഴിഞ്ഞു, അടുത്ത റൂബിയായിട്ട് സംസാരിക്കാൻ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? രമയായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് ആ അനുഭവമാണ് രമയായിട്ട് സംസാരിച്ച കാര്യത്തെ കൃത്യമാക്കുന്നത്. കാരണം രമയായിട്ട് സംസാരിക്കുമ്പോൾ എന്നിൽ രമയായിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഒരു അനുഭവമുണ്ട് സ്ഥിരമായിട്ട്. ആ അനുഭവത്തിൽ ഈ രമയായിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ വന്ന് അവിടെ ഒന്ന് ചേർന്ന് തീരുകണിയെന്ന്, അവിടെ ഒന്ന് ചേർന്ന് തീരുകയാണ്. ആ സന്ദർഭത്തിൽ വളരെ വ്യക്തമായിട്ട് രമയുമായിട്ട് സംസാരിക്കുമ്പോൾ രമയുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി രമയുടെ സങ്കല്പമായിട്ട് സംസാരിക്കുന്നു. രമ പറയുകയാണ് എൻ്റെ വീട് ഇന്നടുത്താണ് എന്ന് പറയുമ്പോൾ രമയുടെ സങ്കല്പമായിട്ട് സംസാരിക്കുക. എവിടെയാണ്? ഓക്കെ, കാക്കനാടാണ്, ഇന്നടുത്താണ് എന്ന് പറയുമ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ പുറകിലാണ് എന്ന് പറയുമ്പോൾ സങ്കല്പമായിട്ട് സംസാരിക്കുക. അപ്പോൾ എവിടെയായിരിക്കും ഈ സങ്കല്പം ഞാൻ എടുക്കുന്നത്? എൻ്റെ സങ്കല്പത്തിൻ്റെ കൂട്ടത്തിൽ ഇത് ചേർക്കും. എങ്ങനെയായിരിക്കും ചേർക്കുന്നത്? കാക്കനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിശ്ചയം ഉണ്ടാവുക? ഇല്ല, ഉണ്ടാകത്തില്ല. അപ്പോൾ കാക്കനാട് എൻ്റെ ശ്രദ്ധയിൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന സ്ഥലം അല്ലേ? കാക്കനാട് പെട്ടെന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടതല്ല. അപ്പോൾ എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഓക്കെ, എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡറിലാക്കുന്നത്. അതിൽ വെറുതെ ശൂന്യാകാശത്തൊരു സ്പോട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമുക്ക് സമാധാനം. അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെയാണ് സംശയം ഇല്ലാതെയാകുന്നത്. ഒരു സംശയം രണ്ട് രീതിയിലാണ് എനിക്കിപ്പോഴും അത് സംശീകരിക്കാൻ പറ്റുന്നുള്ളൂ. ഒന്ന്, ഞാൻ എന്ന ഒരനുഭവത്തിൽ നിന്നുകൊണ്ട് എനിക്കിതിനെല്ലാം വീക്ഷിക്കാം, അല്ലെങ്കിൽ ഇതിനെല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി ഇതിനെല്ലാം അറിയാം. അപ്പൊ ഈ അറിയുന്നതെല്ലാം ഒരു സ്ഥൂലാവസ്ഥയാണല്ലോ. അപ്പൊ കാക്കനാട് സ്ഥൂലതയാണ്, അതിനൊരു സൂക്ഷ്മാവസ്ഥ ഉണ്ടാവാം. കാക്കനാട് എന്ന് പറയുന്ന സ്ഥലം കുറെ സംഭവം ചേർന്നിട്ടുണ്ടാകുന്നതാണല്ലോ. അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ലല്ലോ. കാക്കനാട് എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ഒരു സ്ഥലവും ഒരു ഇടവും അതുമായിട്ടുള്ള ദൂരവും എല്ലാം എന്റെ ഉള്ളിൽ വരികയാണ്. അതേസമയം ജപ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ അറിയില്ല, അവിടെ എനിക്കൊരു സ്ഥൂലത ഇല്ല, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എന്റെ മെമ്മറിയിൽ കിടക്കുന്ന ആ സ്ഥൂലമായ ഒരു വസ്തുവിനെ ഞാൻ അവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ആ വാക്ക് ശരിയാവുമെന്ന് അറിയില്ല, അത് എന്റെ ഉള്ളിലേക്ക് വരികയാണ്. അതേസമയം ഞാൻ എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ കാണുന്നതും അല്ലെങ്കിൽ ഞാൻ എന്ന ഒരു സൂക്ഷ്മ അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനൊരു സൂക്ഷ്മത്തിൽ ദർശിക്കുമ്പോൾ അതിനെ കാണുന്നത് വേണമെങ്കിൽ അത് ഞാനെന്ന അനുഭവത്തിലാണോ? അപ്പൊ സ്ഥൂല സൂക്ഷ്മങ്ങൾ എനിക്ക് വെറുതെ ഒരു ക്ലാരിറ്റി കിട്ടിയപ്പോ ഞാൻ ക്ലാരിറ്റി അല്ല, അതിന്റെ ഒരു വ്യത്യാസം അനുഭവിച്ചു. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ എന്റെ കൈ തൊട്ടു, അപ്പൊ അത് ഞാൻ അറിയുന്നത് ഒരു സൂക്ഷ്മാവസ്ഥയിലാണല്ലോ ഞാൻ അറിയുന്നത്. ആ ഞാനും ഒരു സൂക്ഷ്മത്തില്, അറിവും ഒരു സൂക്ഷ്മത്തില്, പക്ഷെ ഗ്രോസ് ആയിട്ട് ഞാൻ ടച്ച് ചെയ്യും, അപ്പോഴാണ് അത് അറിയുന്നത്. അപ്പൊ ഇതിന്റെ പിറകിലുള്ള ഒരു സൂക്ഷ്മമായ ഒരു അവസ്ഥയുണ്ടല്ലോ, ഞാനും പങ്ങയും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ബഹുമാനം, അതിനെ ഒരിക്കലും
നമുക്ക് ഒരു വാക്കുകളിലോ ഒരു പ്രകടനത്തിലോ ഒന്ന് വരച്ചോ ഒരു സ്ഥൂലതയും നമുക്ക് അതിനെ കാണിക്കാൻ പറ്റില്ല. അത് അത് വേണമെങ്കിൽ ചിത്രത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് വളരെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മാവസ്ഥയ്ക്ക് മാറ്റവും വരാം. സ്ഥൂലാവസ്ഥയിലെ മാറ്റം സൂക്ഷ്മാവസ്ഥയിലും വരാം, സൂക്ഷ്മാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റം കൊണ്ട് സ്ഥൂലത്തിലും വരാം. അപ്പോ അങ്ങ് പണ്ട് പറഞ്ഞു ഒരു മരത്തെ കണ്ടപ്പോൾ അങ്ങേക്ക് പോയി കുത്തിപ്പിടിക്കണം എന്ന് തോന്നി. അപ്പൊ ആ സൂക്ഷ്മത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും ആത്മാവ് അല്ലെങ്കിൽ ആ അണ്ടർലൈൻ ഫാക്ടർ ഒന്നായപ്പോഴുണ്ടായ ആ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. അപ്പം നമ്മൾ ഈ ഞാൻ എന്നത് അതിസൂക്ഷ്മമായ ഒരവസ്ഥയാണല്ലോ ഞാൻ. അപ്പൊ ആ ഞാൻ ഇപ്പം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ ലെയർ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ കുറച്ചൊരു ഗ്രോസ് ഫാക്ടർ ഉണ്ട്. അപ്പൊ ചില സമയം ഇതൊന്നുമില്ലാത്ത എക്സ്പാൻഷന്റെ കോൺട്രാക്ഷനും ഇടയിലുള്ള ആ ഗ്യാപ്പ് അതിസൂക്ഷ്മമാണ്. അത് നമ്മൾ ഞാൻ അതിലേക്ക് കാര്യമായിട്ട് നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ അതിന്റെ ആ സൂക്ഷ്മാവസ്ഥയാണ് എന്നെ ഈ സ്ഥൂലാവസ്ഥയിലേക്ക് എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്നെ സഹായിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിലെ എല്ലാം കുറച്ചുകൂടി എന്താ ക്ലാരിറ്റിയോട് കൂടി ഞാനെ മനസ്സിലാവുന്നില്ല, പക്ഷെ ഞാൻ അനുഭവിക്കുന്നതിന് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവുന്നുണ്ട്. അതിന് ഞാൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറാതെ നിൽക്കണം. അതായത് ഞാൻ കാരണം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നടക്കുന്നു, ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. വേറെ ആർക്കും വന്നിച്ച് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലല്ല. പറ്റുമോ? വേറെ ആരെങ്കിലും വിചാരിച്ചാൽ ഞാൻ എക്സ്പാൻഡ് ചെയ്തു, ഞാൻ മാത്രം, വേറെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ലല്ലേ? പറ്റുമോ? ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ? എന്തോ എന്റെ വികാരങ്ങളിലും എമോഷണലിലും ഒക്കെ എനിക്ക് മാത്രമല്ലേ അതില് അല്ലല്ലല്ല സി അതിൽ എൻ്റെ ഇമോഷൻ എന്ന് പറയുന്ന ഭാഗം എങ്ങനെ ഉണ്ടായെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഇമോഷനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എക്സ്പാൻഡ് ചെയ്തു, ഞാൻ കാരണം എക്സ്പാൻഷൻ നടന്നു. അതിനകത്ത് വേറെ ആരെങ്കിലും ഇടപെടുന്ന ഭാഗം ഉണ്ടാ? ഇതാദ്യം ക്ലിയർ ചെയ്യുക. ഞാൻ എക്സ്പാൻഡ് എന്തോ എന്തോ അല്ലല്ല അതൊന്നും എടുക്കുന്നില്ല രമ, ഒന്നും എടുക്കുന്നില്ല. സപ്പോർട്ട് ഓഫ് എയർ ഒന്നും എടുക്കുന്നില്ല. ഞാൻ കാരണം എക്സ്പാൻഷൻ നടക്കുന്നു. ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ കാരണം എക്സ്പാൻഷൻ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഒരു സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ എടുക്കുന്നില്ല ഇവിടെ. ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, ഇത് മാത്രം എടുക്കുക. ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ ശ്വാസം എടുക്കുന്നുണ്ടാവും, പലതും ഉണ്ടാവും, ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല ഇവിടെ. ഞാൻ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ചെയ്യുന്നു. ഞാൻ കാരണം മാത്രം സംഭവിക്കാവുന്ന ഒന്നാണ്. അവിടെ വേറെ ആർക്കും കടന്നു വരാൻ പറ്റത്തില്ല, ഇടപെടാൻ പറ്റത്തില്ല. ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ ഭാഗം ആദ്യം ക്ലിയർ ചെയ്യുക. ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഇത് ക്ലിയർ ചെയ്യണം ആദ്യം. ഞാൻ കാരണം എക്സ്പാൻഷൻ നടക്കുന്നു, കോൺട്രാക്ഷൻ നടക്കുന്നു. ഇത് ഫേമാക്കുക, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഞാൻ കാരണം, ഞാൻ മാത്രമാണ് ഇതിൻ്റെ അതോറിറ്റി. വേറെ ആർക്കും ഇവിടെ വിടാൻ പറ്റത്തില്ല. ഞാൻ കാരണം എക്സ്പാൻഷനും കോൺട്രാക്ഷനും, ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് മാത്രം നോക്കുമ്പോൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൊണ്ട് മാത്രം ഉണ്ടാകുന്ന അനുഭവം വരും. അതെ, വേറെ ആർക്കും ഇവിടെ വിടാൻ പറ്റത്തില്ല, വേറെ ഒന്നുമില്ല. അപ്പോഴാണ് സ്ഥായിയായത്. അപ്പോഴാണ് ഞാൻ എന്ന് പറയുന്നതിന് അടിസ്ഥാനം ഉണ്ടാകുന്ന. അപ്പോഴാണ് ഞാൻ പ്രവർത്തിച്ചു, ഞാൻ മാത്രം പ്രവർത്തിച്ചിട്ട് ഉള്ള അനുഭവമാണ് ഇത്. നിരന്തരമുണ്ട്. ഞാൻ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ചെയ്യുന്നു. അപ്പോൾ എന്നിൽ എന്തുണ്ടായി? ഈ എന്നിൽ കൃത്യമായിട്ടൊരു അനുഭവമുണ്ട്. ഉണ്ടാകണം. അത് ഉണ്ടായാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾക്ക് എല്ലാത്തിനും വ്യക്തത ഉണ്ടാകത്തുള്ളൂ. ഈ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാത്തിടത്തോളം കാലം ഒരിക്കലും പെർഫെക്റ്റ്നെസ് ഉണ്ടാകത്തില്ല. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, എനിക്ക് അപ്പോഴാണ് അനുഭവം ഉണ്ടായി, എനിക്ക് നല്ലൊരു അനുഭവം അന്നുണ്ടായി, ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാം.
എന്നും കഥ പറയും. അന്ന് സുഭാഷൻ ജി പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും ഞാനെന്ന് പറഞ്ഞ അനുഭവം സൃഷ്ടിക്കുന്നില്ല. എപ്പോഴും വൈകാരിക തലത്തിൽ പെട്ടുപോകും. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. പണിയെടുക്കണം ചേച്ചി, നന്നായിട്ട് പണിയെടുക്കണം. ഞാൻ നിരന്തര അനുഭവത്തെ സൃഷ്ടിക്കണം. ഇവിടെ പണിയെടുക്കാനുണ്ട്. അല്ലാണ്ട് ഇത് വെറുതെ ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്ന കാര്യമൊന്നുമല്ല. നന്നായിട്ട് പണിയെടുക്കണം. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വ്യക്തമായിട്ട് എടുത്താൽ മാത്രമേ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അല്ലാണ്ട് അലസത, മടി, അവരുടെ കാര്യത്തിൽ ഇവരുടെ കാര്യത്തിലൊക്കെ തലയിട്ട് നടന്നാൽ ഈ പരിപാടി നടക്കത്തില്ല. എല്ലാവരും പറയണ പ്രശ്നം ഇതാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയത്തില്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളവനാണ് ഞാൻ, ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്, ഞാൻ അവിടെ നോക്കണം, അല്ലെങ്കിൽ അതൊന്നും ശരിയാകില്ല. പക്ഷേ ഇവിടെ നോക്കിയാലല്ലാണ്ട് ശരിയാകത്തില്ല. അവനവല്ല ഒരു അനുഭവം ശരിയായിട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ല. വ്യക്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിച്ചെന്നിൽ അനുഭവം ഉണ്ടാക്കണം. അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ജി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല, വേറെ ഒരു കഥയില്ല. സെബാസ്റ്റ്യൻ എന്നുള്ള ഭാവം പറയുന്നതിൽ ഒരു കാര്യമില്ല. മനസ്സിലായോ? കാരണം ഇങ്ങനെയാണ് ഗുരുക്കന്മാരെല്ലാം ഉണ്ടായത്. ഈ ഗുരു എന്ന് പറയുന്ന സംഭവം ആവശ്യമില്ലാത്തൊരു വേസ്റ്റാണ് ഗുരു. ഒരാവശ്യം പണിയെടുക്കാത്ത ആൾക്കാരാണ് ഈ ഗുരുവിനെ പറ്റി പറഞ്ഞു നടക്കുന്നത്. ഈ ഗുരുവിനെ പറ്റി പറയുന്ന ആൾക്കാർ പണിയെടുക്കാത്തവരാ. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു, ഇതിങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഉണർന്ന് ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു. എന്നിൽ പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന സർവ്വകാര്യങ്ങളും ഞാൻ ചെയ്തു കഴിയുമ്പോൾ ആഹാ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് അത് കാണാൻ പറ്റും. എന്താ ഉള്ളത് അത് അനുഭവിക്കാം. ആദ്യം കൃത്യമായിട്ടൊരു അനുഭവത്തെ സൃഷ്ടിച്ചു. കൃത്യമായിട്ടൊരു അനുഭവത്തെ സൃഷ്ടിക്കാനുള്ള കാരണം ഞാനാണ്, ഞാൻ മൂലമാണ്. ആ ഞാൻ മൂലം അനുഭവത്തെ സൃഷ്ടിച്ചപ്പോൾ എന്നിൽ സ്ഥിരത വന്നു. ഞാൻ എന്നിലുള്ള കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്. അവിടെയാണ് സ്ഥിരത, അവിടെയാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എങ്ങുമല്ല. ഇത് വളരെ സിമ്പിൾ കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഈ ദൈവവും ദൈവവിശ്വാസവും ഗുരുക്കന്മാരുമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ ദൈവവിശ്വാസവും ഗുരുക്കന്മാരും പുസ്തകങ്ങളുമാണ് ഒരു വ്യക്തിക്കും സമാധാനം കൊടുക്കാത്തത്. കാരണം ചെറുപ്പത്തിലെ പഠിപ്പിച്ച് തലയെ കയറ്റിയിരിക്കുക. ചെറുപ്പത്തിലെ പഠിപ്പിച്ചിരിക്കുക. അവനത് വിടാൻ പറ്റുന്നില്ല. ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്. ഞാനെന്ന് പറയുന്നതിന് ക്രിസ്ത്യാനി എന്ന് പേരിട്ടു, ഞാനെന്ന് പറയുന്നതിന് മുസ്ലിം എന്ന് പേരിട്ടു. എന്ത് കാര്യത്തിലാണ് അതിന് പേരിടണത്? കാരണം എനിക്ക് എന്നെപ്പറ്റി ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഞാനൊരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞ് മുസ്ലിം എന്ന് പേരിടാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ഈ പേരിനൊന്നും യാതൊരു പ്രസക്തിയില്ലാണ്ടാവും. ഞാൻ കാരണം അനുഭവത്തെ സൃഷ്ടിച്ചു. എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? അത് ചെയ്യുന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചു. എന്നിട്ടാണ് നമ്മൾ യാത്ര പോയോ, അമേരിക്കയിൽ പോയോ, ലണ്ടനിൽ പോകുക, തലകുത്തി നിൽക്കുക, എന്ത് വേണേലും ചെയ്തോ, എന്ത് വേണേലും ചെയ്തോ. പക്ഷെ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാതെ ഞാൻ കൃത്യമായിട്ടുള്ള അനുഭവത്തെ സൃഷ്ടിക്കുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെത്താൻ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്, രോഗത്തെ പരിപൂർണമായിട്ടെടുത്ത് കളയാൻ പറ്റുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അവിടെയാണ് ജീവിതത്തിൻ്റെ ശരീരത്തിലുള്ളത് എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ഞാൻ മൂലമുണ്ടായതാണ്. ഇതെല്ലാം ഞാൻ മൂലമുണ്ടായതാണ്. പക്ഷേ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളല്ല അവർ മാതാപിതാക്കളെന്ന് പറയുന്നതിൽ ഒരു കഥയില്ല. ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് കുട്ടികളുണ്ടായി. അത് പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ടാകുന്ന പോലെ തന്നെ. എന്നിട്ട് ഇവർക്ക് അർഹതയില്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കുട്ടിയുടെ മനസ്സിലും അനുഭവത്തിലൊക്കെ കുത്തിക്കയറ്റി കുറേ വിഷമിപ്പിച്ചു കുട്ടികളെ. അവരെയാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് തലയെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. ഒരു അട്ടർ വേസ്റ്റാണ് ഇവിടുത്തെ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ. ഒരു കാശിനും കൊള്ളാത്തവരാ. അതെ, കാരണം അവരാണ് ഈ
സങ്കീർണമായിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും ഈ കുട്ടിയുടെ പിഞ്ചു മനസ്സിലോട്ട് കുത്തിക്കയറ്റി അവരെ നശിപ്പിക്കുന്നത്. വേദനയാണ് ചെറുപ്പത്തിലേ കിട്ടിയത്. അതുകൊണ്ട് ഈ വേദന ഉള്ളതുകൊണ്ട് ഈ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയെ തൊടത്തില്ല. നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നടക്കുന്നില്ലായിരുന്നു. നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയെ കൊണ്ടു നടക്കുന്നത്. ഞാനെന്ന് പറഞ്ഞ അവസ്ഥ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കത്തില്ല. പക്ഷെ ഞാനെന്നും പറഞ്ഞ് നടക്കാൻ മാത്രം ഞാനാണ് എന്ന് പറയും. വെറുതെ പറയണതാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഉള്ളിൽ ചെയ്തിട്ടില്ല. കാരണം തൊടാൻ പേടിയാണ്. കാരണം എന്താണ്? ഉപബോധ മനസ്സിൽ മുഴുവനും വേദനയാണ്. ആര് തന്നാണ്? മാതാപിതാക്കൾ തന്ന വേദനയാണ്. അപ്പം ഞാനെന്ന് പറയുന്നത് മുഴുവനും വേദനയാണ്. ജനിച്ചപ്പോൾ തൊട്ട് വേദനയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെ വേദനയാണ്. വേദനിക്കുന്ന അമ്മമാരാണ്. കാരണം അങ്ങനെ കല്യാണം കഴിച്ചില്ല, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ കാലങ്ങളായിട്ട് വേദനിക്കുന്ന തലമുറകളാണ് ഇവിടെ നിൽക്കുന്നത്. വേദനിക്കുന്ന തലമുറയാണ്. അതുകൊണ്ട് അറിയാൻ പാടില്ല വേദന മാറ്റണം. എങ്ങനെ മാറ്റണം? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ജീവിതം വേദന ഉള്ളതല്ല. ഈ മോക്ഷം കിട്ടണം. എന്തിൽ നിന്ന് മോക്ഷം കിട്ടണം? മോക്ഷം കിട്ടണം. എന്ത്? വേദനയിൽ നിന്ന്. എന്നിട്ട് എന്തായിരുന്നു? മരിച്ചു പോകുന്നു. ഒന്നിനെ ആഗ്രഹിക്കരുതും. ശരീരം കൊള്ളത്തില്ല. ശരീരമേ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ നിഷേധിക്കുന്നു. ഞാൻ കാരണമാണ് ഈ ശരീരം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ശരീരം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഞാനായിട്ട് ഉണ്ടാക്കിയ ശരീരത്തെ അനുഭവിക്കാൻ പാടില്ല. അനുഭവിക്കാൻ ശരീരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അതോറിറ്റി ഞാൻ തന്നെ ഇരിക്കണം. ഒരു പുസ്തകവും എടുക്കരുത്, ഒരു ഗുരുക്കന്മാരെ എടുക്കരുതും. സഹകരിച്ചാൽ മാത്രം മതി. ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല. ഈ ഗുരുവിനെ എവിടെ നിന്ന് കിട്ടി? ഈ ഗുരുവിന് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? ഈ പുസ്തകം എഴുതണമെങ്കിൽ ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടണ്ടേ? എവിടെ നിന്നാണ് കിട്ടിയത്? ആ കിട്ടിയ ഭാഗം നമുക്ക് ഇപ്പോഴും കിട്ടും. ആ കിട്ടിയത് ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. നമ്മളിലൂടെയാണ് കിട്ടിയത്. അത് വേറെ എങ്ങൊന്നും കിട്ടിയ ഒരു മണ്ണാങ്കട്ടയില്ല. വെറും പോഴന്മാരാണ്. പുസ്തകം വായിക്കുന്നവർ വെറും പോഴന്മാരാണ്. നമ്പർ 1 പോഴന്മാരാണ്. പുസ്തകം വായിച്ച് അതിൻ്റെ പേരിൽ തമ്മിലിരുന്ന് തല്ലുപിടിക്കുന്നവർ. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിനടുത്ത് പുതിയത് വന്നിരിക്കുന്നത് എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ. മണ്ണാങ്കട്ടയാണ്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ. അതിൽ ഒരു ശാസ്ത്ര ലോകത്തെ നമ്പേണ്ട ഒരു കാര്യമില്ല. അവിടെ ഞാനാണ് എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നത്. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? അവിടെ സ്റ്റെബിലിറ്റിയാണ്. അതിന് പൂർണ്ണ അധികാരം ഞാൻ മാത്രമാണ്. ആരെയും നമ്മൾ പഴിക്കണ്ട, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ അവരെന്താണ് എന്നിൽ സൃഷ്ടിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ഒരു മുടിനാര് പോലും അവരാരും സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരെ പഴിക്കുന്നത്? ആരെയും പഴിക്കണ്ട. അവരെന്ത് വേണേലും ചെയ്തോട്ടെ. കാരണം ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഭാഗത്ത് എങ്ങനെയാണ് മറ്റൊരാൾക്ക് അലമ്പാക്കാൻ പറ്റുക? പറ്റത്തില്ല. ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഒരു വ്യക്തിക്കും ഞാൻ എന്നിൽ സൃഷ്ടിച്ച അനുഭവത്തെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ സംസാരം അത് ഞാൻ സൃഷ്ടിച്ചതല്ല. നമ്മളുടെ ഭാഗത്താണ് ഈ സംസാരവും ശബ്ദമൊക്കെ. അതെല്ലാം നമ്മളുടേതാണ് അല്ലേ? അവിടെയല്ലേ നമ്മൾ മലയാള ഭാഷ നമ്മളുടേതാണ്. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ വരുന്നത് കൊണ്ട് ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ എനിക്ക് മലയാളം ഭാഷ കൈകാര്യം ചെയ്യാം അല്ലേ? എങ്ങനെ? സ്ഫുടമായിട്ട് കൈകാര്യം ചെയ്യാം. ഒരാൾ പറയുകയാണ് ഇതാണ് എൻ്റെ സ്ഫുടത എന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിച്ച അനുഭവം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതിലാണ് ഈ സ്ഫുടത സാധ്യമാകുന്നത്. എവിടെയാണ് സ്ഫുടമായിട്ട്? അത് നമ്മളുടെ ഭാഗത്ത്. എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന ആൾ ഇപ്പോൾ ഹാരിഷാണ് പറയുന്നത്. ഹാരിഷ് പറയുമ്പോൾ ഓക്കെ, ഹാരിഷിൻ്റെ സ്ഫുടതയാണ് എനിക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ആവശ്യമില്ല. എന്തിനാണത് സ്ഫുടമായിട്ടിരിക്കേണ്ടത്? മറ്റൊരാൾക്ക് ആ വൈബ്രേഷൻ കൃത്യമായിട്ട് കിട്ടണം. ഇതൊരു ചലനമാണ്. സംസാരം ഒരു ചലനമാണ്. അപ്പം ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റെബിലിറ്റി അതിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും സാധ്യമല്ല. ഏത് പുസ്തകം വെച്ചാലും നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. ഏത് ഗുരുനാഥൻ്റെ അടുത്ത് പോയാലും നമ്മളേ ഉള്ളൂ.
ഗുരുനാഥൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ ആ അനുഭവം സ്ഥിരമാണ്. ആ അനുഭവം സ്ഥിരമാണ്. അപ്പം പ്രപഞ്ചത്തിൽ സ്ഥിരമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ശ്രദ്ധയിൽ വരും. എന്തു വരും? പ്രപഞ്ചത്തിലുള്ള സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ ഉണർന്നിരിക്കും. ഒരു സംശയം വേണ്ട. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഓക്കെ മഴ വരും, ഭൂമി കുലുങ്ങും, ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോഴാണ് ഭൂമി കുലുങ്ങുന്നു, അല്ലെങ്കിൽ മഴ വരുന്നു, ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് പറയാം. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുന്നതല്ല, അനുഭവത്തിലാണ്. ഈ അനുഭവത്തിൽ സൂക്ഷ്മമായിട്ടുള്ള വൈബ്രേഷൻസ്, സ്ഥൂലമായിട്ടുള്ള വൈബ്രേഷൻസ്, ഇതെല്ലാം വൈബ്രേഷൻസാണ്. പെട്ടെന്ന് എനിക്ക് ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെയല്ല. ഈ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അനുഭവമില്ലാത്തത് കൊണ്ട് വെറുതെ കിടക്കണം, താന്തോന്നിയായിട്ട് കിടക്കാൻ, കണ്ണി കണ്ട കാര്യത്തിൻ്റെ പുറകെ കിടന്ന് ബഹളം വെക്കാൻ. വെറുതെയാണ്. സ്വന്തം ശരീരത്തിൽ യാതൊരു കൃത്യതയുമില്ല, അനുഭവം കൃത്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. ഈ ശരീരത്തെ അനുഭവിക്കുന്നു, ജീവനെ അനുഭവിക്കുന്നു, ആ വ്യക്തിയാണ് അനുഭവിക്കുന്നത്, അതിന് കാരണക്കാരനാണ് അനുഭവിക്കുന്നത്. അതാണ് ഞാൻ. ഇതെല്ലാം അനുഭവിക്കാൻ ആരാണുള്ളത്? ഞാനാണുള്ളത്. ഞാനിത് അനുഭവിക്കുന്നു. അതിനോട് വേറെ യാതൊന്നുമില്ല. ഇത് വളരെ വ്യക്തമാണ്, സിമ്പിളാണ്, എല്ലാ മനുഷ്യർക്കും ആകാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ആരുടെയോ പ്രത്യേക ജന്മം കൊണ്ട് കിട്ടിയതൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും ആകാവുന്ന സമാധാനത്തിൽ. ആർക്കാണ് സമാധാനം വേണ്ടാത്തത്? വേണ്ടാത്തവർക്ക് വേണ്ട, നമുക്കെന്താ കാര്യം? ഒരു വ്യക്തി കൃത്യമായിട്ടുള്ള ഭാഗത്ത് ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൃത്യത ആഗ്രഹിക്കുന്നവരെല്ലാവരും അവിടെ സഹകരിക്കും. അല്ല, അയാൾ ഗുരുവൊന്നുമല്ല. അയാൾ ഒരിക്കലും ഗുരു എന്ന് പറഞ്ഞൊരു സംഭവം എങ്ങും ആവശ്യമില്ല. ഗുരുവിൻ്റെ ഒരാവശ്യമൊന്നുമില്ല. അതിന് സംഭവം ആവശ്യമേ ഇല്ല. സമാധാനം ആർക്കാ വേണ്ടാത്തത്? സമാധാനത്തിലിരിക്കാൻ ആർക്കാ കഴിയാത്തത്? ആ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ കാരണം അനുഭവം സൃഷ്ടിക്കുന്നു. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നു. പണിയെടുത്തു തുടങ്ങും. പണിയെടുക്കാൻ നടക്കില്ല. ഇത് പണിയെടുത്ത് കാശുണ്ടാക്കി, ഭാര്യ ഭർത്താവ് കുടുംബം ഉണ്ടാക്കി, കാർ മേടിച്ച്, ബംഗ്ലാവ് മേടിച്ച്, എന്നിട്ട് കിടന്ന് കഷ്ടപ്പെടുക. ഈ മാതാപിതാക്കളെന്ന് പറയുന്നവർ വെറും വേസ്റ്റാണ്. ഇന്നും നമ്മൾ മാതാപിതാക്കളെന്ന് സമൂഹത്തിൽ കാണുന്ന ഒരുത്തനും മാതാപിതാക്കളുടെ യാതൊരു ക്വാളിറ്റിയും ഇല്ല. ഒരു ക്വാളിറ്റിയും ഇല്ല. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞാനാണ് നിൻ്റെ അപ്പൻ അമ്മ എന്നൊക്കെ വെറുതെ പറയുകയും. അർഹത ഒരുത്തനുമില്ല. മാതാപിതാക്കൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നവർ, അവരാണ് മാതാപിതാക്കൾ. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ആ ഒരു ഭാഗമില്ല. ആർക്കാണോ ഞാൻ മൂലം അനുഭവത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അവർ മാതാപിതാക്കളായിട്ട് മാറും. അവർ എല്ലാവരുടെയും മാതാപിതാക്കളാവും. അതെ, ഇവിടെ മാതാപിതാക്കളാണ് മിസ്സിങ്, അതിൽ വേറെ ഒന്നുമല്ല. ഇവിടെ മിസ്സിങ് മാതാപിതാക്കളാണ്. അതിൽ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഒരു ഭാഗമില്ല. ആകെ കൂടി ആകാവുന്നത് മാതാപിതാക്കൾ, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഗുരു എന്ന് പറഞ്ഞ ഭാഗമൊന്നുമില്ല. ഇതൊക്കെ ആദ്യം മനസ്സിൽ കണ്ട സങ്കല്പം മാത്രം. ഗുരുത്വം അത് മനുഷ്യൻ്റെ സ്റ്റെബിലിറ്റി അല്ലേ വേണ്ടത്? ആ മനുഷ്യൻ്റെ സവിശേഷതയല്ലേ? അതാരാണ്? ഇന്ന ആളാണ് ഗുരു. അങ്ങനെ ഒരു ഗുരു എന്ത് കാര്യത്തിനാണ്? എല്ലാ മനുഷ്യരും ഗുരുത്വം വേണ്ടേ? എല്ലാ മനുഷ്യരോട് സഹകരിക്കുകയല്ലേ? ഇത് വളരെ സിമ്പിൾ കാര്യം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം, അല്ലാണ്ടിരുന്ന് ലാപ്പാ പാടിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ ലാപ്പാ പാടുകയാണ് നേരം പോക്കിന്. ഓരോ സമയത്തും സങ്കല്പമാണ്. നമ്മളെന്ന് പറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞ എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ഒരു കാര്യം പറഞ്ഞ് അത് ചെയ്യണം. അല്ലാണ്ട് സെബുജി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവിടെ സെബാസ്റ്റിന് ഒരു പ്രസക്തിയുമില്ല. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ആൾക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്നുണ്ട്. പണിയെടുക്കണം.
പണിയെടുക്കാൻ തരാം. ഇതെല്ലാവരെയും വഴിതെറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ സർക്കാർ ഗവൺമെൻറ് അംഗീകരിച്ച കാര്യം മാത്രമേ പറയാവുള്ളൂ. എല്ലാം ഗവൺമെൻറ്. ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമില്ല അവനായിട്ടിരിക്കുന്ന ഭാഗം ഷെയർ ചെയ്യാൻ. ഞാനായിട്ടിരിക്കുന്ന ഭാഗം ഷെയർ ചെയ്യുന്നത്. സൗകര്യമുള്ളവർ നോക്കിയാൽ മതി, അല്ലേ? അതുകൊണ്ടല്ലേ ആരുടെ ഇന്നും ബലമായിട്ട് ഫീസ് മേടിച്ചിട്ട് ഇല്ല. നിങ്ങൾ ഇഷ്ടമുള്ള പൈസ തന്നാൽ സ്വീകരിക്കും. കാരണം ഭക്ഷണം മേടിക്കണമെങ്കിൽ ഇന്ന് പൈസ കൊടുത്താലേ ഭക്ഷണം കിട്ടത്തുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പൈസ സ്വീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അല്ല ഇതിന് വില പേശുന്നില്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും സഹകരിക്കണം. അത്രയേ ഉള്ളൂ. അത് വേറെ യാതൊരു കാര്യമില്ല. അത് വേറെ യാതൊരു ആവശ്യമില്ല. എല്ലാവരും തമ്മിൽ ഒരുമിച്ച് സഹകരിക്കുന്നു. അത്രയേ ആവശ്യമുള്ളൂ. ഇത് ഭയങ്കര റിച്ചായിട്ടുള്ള ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അതിന് പകരം ഞാൻ ഉണ്ടാക്കി എന്തുണ്ടാക്കി, കാറുണ്ടാക്കി, കാശുണ്ടാക്കി, ഞാൻ അനുഭവത്തെ ഉണ്ടാക്കുന്നേ. ഞാൻ അനുഭവത്തെയാണ് സൃഷ്ടിക്കേണ്ടത്. അണ്ട് ഞാൻ കാശുണ്ടാക്കി എനിക്ക് കുറേ ബന്ധങ്ങളുണ്ട്. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന കുറേ ബന്ധങ്ങളുണ്ട്, അല്ലേ? ഒരു കാശിനും കൊള്ളത്തില്ല. അതെ, ഒരു കാശിനും കൊള്ളില്ലാത്ത ബന്ധങ്ങളാണ്. എനിക്ക് വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, ഒരു കഥയില്ല. കാരണം ഇതെല്ലാം നമ്മളിൽ വേസ്റ്റ് അനുഭവങ്ങൾ, ചെറുപ്പം മുതൽ വേസ്റ്റ് അനുഭവങ്ങൾ സൃഷ്ടിച്ചവരാ. അതെ, ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സഹോദരി വിളിച്ച് അവരുടെ കുടുംബത്തിലുള്ളൊരു പ്രോപ്പർട്ടിയുടെ ഒരു ഡിസ്പ്യൂട്ടുണ്ട്, കുറച്ച് കാലങ്ങളായിട്ട് കിടക്കുന്നതാണ്. ആ ഭാഗത്ത് അതിന് വേണ്ടി വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു താല്പര്യവുമില്ല, ഒരു താല്പര്യമില്ല, ഇല്ല. കാരണം എന്താ? വർഷങ്ങളായിട്ട് കേസും പറഞ്ഞ് 10-60 സെൻറ്റ് സ്ഥലം ഇതിൻ്റെ പേരിൽ എല്ലാവരും തമ്മിൽ കച്ചറയാണ്. കാരണം ഒരുമയില്ല. പിന്നെ എന്തിനാണ് ഈ സ്ഥലം? ഒരു മാർക്കും ഇല്ലാത്ത ഇടയിൽ പോയി ഈ സ്ഥലത്തിൻ്റെ ഭാഗത്ത് ഒരു കാശിനും കൊള്ളില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. മനസ്സിലാക്കാം. കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാത്ത ആൾക്കാരുടെ ഇടയിൽ പോയി ന്യായം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അവിടെ ന്യായമൊന്നുമല്ല. ഇതെങ്ങനെ തട്ടിപ്പറിച്ച് ഇത് എൻ്റേതാക്കാമെന്നുള്ള ശ്രമം നടത്തുന്ന കുറേ ആൾക്കാർ. നമ്മളെന്തിനാണ് ഇതിനിടയിൽ പോയി കിടന്നുകൊണ്ട് നിയമപരമായിട്ട് യുദ്ധം ചെയ്ത് കോടതിയിൽ പോയി? വേറെ പണിയില്ലേ? ഒരു കോടതിയിലും പോകാതെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗമുള്ളപ്പോൾ ഈ കോടതിക്ക് എന്ത് അധികാരമുണ്ട്? ഒരു അധികാരവും ഇല്ല കോടതിക്ക് ഒരു അധികാരവും ഇല്ല. നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത്, ജീവിക്കുന്നിടത്ത് കോടതിക്കും പോലീസ് സ്റ്റേഷനൊന്നും ഒരു അധികാരവും ഇല്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ജീവിക്കുന്ന ഭാഗം അത് തന്നെത്താൻ സൃഷ്ടിച്ച് എടുക്കണം. എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കോടതിയിൽ നിന്ന് കിട്ടുന്ന ന്യായമൊന്നുമല്ല. അവിടെ നല്ല വക്കീലുണ്ടെങ്കിൽ കള്ള കേസ് കൊടുത്ത് എന്ത് വേണേലും നേടാം. വക്കീലുമാർ നല്ല വിദഗ്ധനാണെങ്കിൽ അപ്പുറത്തിരിക്കുന്നവൻ്റെ പ്രോപ്പർട്ടി നമ്മുടേതാക്കാൻ പറ്റും. അങ്ങനത്തെ ലോകമാണ്. മനസ്സിലായി? അത് അത്രയേ ഉള്ളൂ ഇവിടുത്തെ ന്യായവും നീതിയും ഒക്കെ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാ പറയണത്, അല്ലേ? തെളിവിൽ എന്ത് തെളിവുണ്ടാക്കാവുന്ന ലോകമാണ്. നോട്ട് വരെ വീട്ടിലിരുന്ന് അച്ചടിച്ച് കൊണ്ടുവരുന്നു. ഇതാർക്കും അറിയാൻ പാടില്ലാത്ത എല്ലാ ഭാഗത്തും അഴിമതിയാണ്. നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെ ആശ്രയിക്കുന്നത് എന്തിനാണ്? നമുക്കറിയാൻ പറ്റാത്ത ഒന്നിനെ ആശ്രയിക്കുന്നത് എന്തിനാണ്? ഇത് കള്ളനോട്ടാണ് അല്ലേ? അത് എടുത്ത് കൊടുക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ബാങ്കുകാർ പറയുന്നത് കള്ളനോട്ടാണ്, ദേ കിടക്കുന്നത്. നമ്മൾ പെട്ട് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മളിൽ കൃത്യമായിട്ട് അനുഭവിക്കാവുന്ന കാര്യങ്ങൾ അവിടെ നോക്ക്. ആരുടെ മുന്നിലും നമ്മൾ തലമുനിക്കണ്ട. എനിക്ക് കൃത്യമായിട്ട് എന്നിൽ അറിയാവുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. എന്നിൽ അനുഭവം സൃഷ്ടിക്കണം. അവിടെയാണ് ജീവിതത്തിൻ്റെ ആരംഭം. എൻ്റെ ഭാര്യ കള്ളിയാണോ, വഞ്ചകിയാണോ, ചതി ചെയ്യുമോ? ഞാൻ എന്തിനാണ് നോക്കുന്നത്? എൻ്റെ ഭാര്യ ശരിയാണോ തെറ്റാണോ? എനിക്ക് എന്നെ നോക്കാമല്ലോ, എന്നെ കൃത്യമായിട്ട് നോക്കാം. അങ്ങനെ നോക്കുന്ന അനുഭവം ഉള്ളപ്പോൾ എന്തിനാണ് വലിഞ്ഞു കയറി വല്ലയിടത്തും പോകുന്നത്? ഒരാവശ്യമില്ല. കൃത്യമായിട്ടുള്ള അനുഭവം എനിക്ക് എന്നിൽ സൃഷ്ടിക്കാനുള്ളപ്പോൾ ആ അനുഭവത്തിലാണ് ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആള്
അറിയുന്നത് ഈ അനുഭവത്തിലാണ്. ഈ അടുത്ത് നിൽക്കുന്ന ആളെ ഈ അനുഭവത്തിലാണ് അറിയുന്നത്. ഈ ഭാഗം വ്യക്തമായിരിക്കണേ. അടുത്ത് നിൽക്കുന്ന ആൾ വന്ന് എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു, ചതിച്ചു, അങ്ങനെ ഒരു ഭാഗം ഒരിക്കലും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പോയിട്ട് അവരെന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഒരു കാര്യം പറയാനിട വരരുതും. നമ്മൾ ആരുടെ കൂട്ടത്തിൽ പോയാലും അവരുടെ കൂട്ടത്തിൽ പോയാൽ എൻ്റെ ഇഷ്ടത്തിലാണ് പോയത്. എൻ്റെ ഇഷ്ടത്തിൽ പോയിട്ടും പിന്നെ അവരെ പഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഉണ്ടാകരുതും. കാരണം ഞാൻ എന്നെ അനുഭവത്തെ സൃഷ്ടിക്കുന്നു. എന്നിലുള്ള അനുഭവത്തിന് കാരണം ഞാനാണ്. അങ്ങനെ കൃത്യമായിട്ട് അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചാൽ എനിക്കെന്തുണ്ടാക്കാം? എൻ്റെ രോഗം മാറ്റാനുള്ള കഴിവ് ഇവിടെയാണ് ആരംഭിക്കുന്നത്. ആദ്യം ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. പിന്നെയാണ് രോഗം മാറുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ആദ്യം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് രോഗത്തെ നീക്കം ചെയ്യുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു. അത് പ്രപഞ്ചത്തിൻ്റെ സമസ്തതയും കൊണ്ടാണ് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഭാഗത്ത് നിന്നാണ് രോഗം വരുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചില്ലെങ്കിൽ എല്ലാ കച്ചറ രോഗവും കയറി പിടിവിടും. ഒരു സംശയവും വേണ്ട. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ എല്ലാ രോഗവും മാറും. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് രോഗം. എല്ലാ രോഗവും വലിഞ്ഞു കയറി വരുന്നത്. വരാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല.